ചുമക്കാവിന്നേറ്റതാ ശാരോനിൻ പനീർ പുഷ്പം കണ്ടെത്തിയേ പതിനായിരങ്ങൾ യേശു സുന്ദരതീ പതിനായിരങ്ങൾ സുന്ദരതീ പതിനായിരങ്ങൾ ഏറ്റവും സുന്ദരനീ പതിനായിരങ്ങളിൽ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ ശാരോനിൻ പനീർ പുഷ്പം പ്രിയനെന്നെ കണ്ടെത്തിയേ പതിനായിരങ്ങളിൽ ഏറ്റം സുന്ദരനേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരൻ. ഞാൻ അവനെ അല്ല അന്വേഷിച്ച് കണ്ടെത്തിയത്, അവൻ എന്നെ അന്വേഷിച്ച് കണ്ടെത്തി. യോഗ്യത മുഴുവൻ കർത്താവിനാണ്. ഒരു യോഗ്യതയുമില്ലാതിരുന്ന എന്നെ, പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരൻ എന്നെ അന്വേഷിച്ചു വന്നു, എന്നെ കണ്ടെത്തി. ആ സ്നേഹമാണ് നമ്മളെ ഇന്നിവിടെ നിർത്തിയിരിക്കുന്നത്. ആർക്കും അടുത്തുകൂടാത്ത മഹത്വത്തിൽ വസിച്ചിരുന്നവൻ എന്നെയും നിങ്ങളെയും ഇഷ്ടപ്പെട്ട് നമ്മളോട് ക്രിസ്തുയേശുവിൽ തോന്നിയ സ്നേഹം കൊണ്ട് പിതാവ് പുത്രനിലൂടെ ഇന്ന് എന്നെയും നിങ്ങളെയും കണ്ടെത്തിയിരിക്കുക. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിയതല്ല. യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തി. കാണാതെ പോയ ആടിനെ പോലെ ഇരുന്ന നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ സ്നേഹത്താൽ അവൻ വന്ന് കണ്ടെത്തി ഇന്ന് അവൻ്റെ രാജ്യത്തിൽ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കും. ഇത്രയും വലിയൊരു കൃപ നമുക്ക് തന്നതിന്. The beautiful one, he came down and he seeked us and he picked us. We didn't have any qualification, but out of his sheer love he came down. Amen. And he picked us. Hallelujah. Hallelujah. And he placed us in his love. അവൻ്റെ സ്നേഹത്തിൽ എന്നെയും നിങ്ങളെയും ആക്കി വെച്ചിരിക്കുന്ന പിതാവിനെ ആർത്ത് വിളിച്ചൊരിക്കൽ കൂടെ മഹത്വപ്പെടുത്തിക്കുക. പറഞ്ഞേ, കർത്താവെ, നീ എന്നെ തിരഞ്ഞെടുത്തതിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ്റെ കൈവെള്ളയിൽ എൻ്റെ നിങ്ങളുടെ പേരെഴുതി ചേർക്കപ്പെട്ടതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് ഈ ലോകത്തിൽ നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, we will have many other things, many other situations, we may face many things, but still we know that that love will never get separated from us. He will never get separated from us. He said he will never forsake us. It is his word, it is his promise. Thank you, Jesus. Hallelujah. Thank you, Jesus. Hallelujah. ഞാൻ ഇന്ന് നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പേ, ഞാൻ കർത്താവിൻ്റെ വചനത്തിലേക്ക് കയറുന്നതിന് മുമ്പേ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ മീറ്റിങ്ങിൻ്റെ ഇൻവിറ്റേഷൻ കൊടുക്കണമെങ്കിൽ യു ക്യാൻ ഷെയർ ഇറ്റ്, ദിസ് നോ ഇഷ്യൂ അറ്റ് ഓൾ. ബട്ട് ആരെങ്കിലും നമ്മുടെ മീറ്റിങ്ങിൽ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സോ മറ്റുള്ളവരാരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് നേരത്തെ അറിയിച്ചാൽ നല്ലതാണ്. കാരണം പലപ്പോഴും കഴിഞ്ഞ ആഴ്ച വേറെ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവരൊക്കെ മലയാളം മനസ്സിലാകുന്നവരാണോന്നോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് മാത്രമാണോ എന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് അങ്ങനെയുണ്ട്, ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ദിവസം നമ്മൾക്ക് പൂർണ്ണമായിട്ടും ദൈവവചനം ഷെയർ ചെയ്യുന്ന ഇംഗ്ലീഷിലേക്ക് ആക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇന്ന് ജോയിൻ ചെയ്തതിൽ ആർക്കെങ്കിലും ഇംഗ്ലീഷ് മാത്രമേ മനസ്സിലാവുള്ളൂ, ഇഫ് ദർ ഇസ് എ 100% ഇംഗ്ലീഷ് സ്പീക്കിംഗ് person joined in this meeting, just let me know. You can just unmute and let me know. I don't think today someone like that is there, but I believe last week someone was there, but
I don't have any other details about that person, and you can share the link with anyone. There's no issue with that. Anyone can join from any part of the world. There's no issue at all. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിൽ നമ്മളെ നിർത്തിയിരിക്കുന്നതിനെ ഓർത്ത് വീണ്ടും ഒരിക്കൽ കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കും. നല്ല ഒരു ദിവസം തന്നു. Thank you, Jesus. ഇന്നും നമ്മളെ നടത്തിയിരിക്കുന്നു. Many people are struggling during this time, but by His grace, He kept us alive. We all are fit as a fiddle today. There's nothing to worry about. We may have things, we may have issues, we may have situations, but still, His grace is sufficient for us. We have a specific calling to be under His grace, to have His peace in our mind. We all are in the same boat with other people in the world. We all are in the same boat. We all face the same situation, but we have a privilege that we are under the umbrella of grace. Amen. And His word says that my grace is sufficient for you. Hallelujah. I have already won. I have a victory over this world. So you may have tribulations, you may have many things, you may have situations to face, but my grace is sufficient for you. Hallelujah. Hallelujah. Just take a refuge in it. Let Him be your fortress. We may face many situations just like the other people. We don't have an exception from that. അവൻ്റെ വചനം പറയുന്നിടത്തുണ്ടല്ലേ, കാറ്റടിച്ചു, തിരമാല വന്നു, ആ വീടിൻ്റെ മേൽ അലച്ചു. The same thing happened with all those houses, but even for this house, which was on the rock, which was built on the rock, that also faced the same situation. But there's a difference that the base or the basement of that house is on a rock. നമ്മളുടെ വ്യത്യാസം അതാ. ഇന്ന് നമ്മളും ഈ ലോകത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. We face many things exactly like the other people. COVID is all around us. The economic situation is all around us. It's the same. But we are built on a rock. His grace is upon us. What is grace? It is a special anointing to pass through some specific situations. You may face some difficulties, but the grace will enable you to pass on. That will enable you to overcome that situation. We all will face situations. Do you think that you will have a very quiet, calm journey, a pleasant journey? No, not at all. Everyone has issues, situations. നമുക്ക് എല്ലാവർക്കും ചാലഞ്ചസ് ഓരോരുത്തരുടെയും മുമ്പിൽ വരും. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, മാറിപ്പോകാത്ത വാഗ്ദത്തം തന്നവൻ എൻ്റെ കൂടെ നിന്ന് മാറില്ല. ഞാൻ മാറിയാലും അവൻ എൻ്റെ കൂടെ നിൽക്കും. Because He paid the price. He cannot leave us like that. Even if we reject Him, He cannot, because He paid the price. The ownership is with Him. Once you called upon His name, you have been in the hook. You have been hooked. You cannot get released from it, because He caught you in His love. Forever that will last. അതാ അവൻ്റെ വചനം പറയുന്നത്, ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല, ബിക്കോസ് ഐ ആം ഓൾറെഡി കോട്ട്. ആ സ്നേഹത്തിലായി പോയി എന്ന് പറയുന്ന അത്ര പേരുണ്ട്. ഞാൻ പോലും അറിയാതെ ഓടി മാറാൻ ശ്രമിച്ചിട്ടും പലപ്പോഴും നോക്കിയില്ലേ, പലപ്പോഴും സംശയിച്ചു, പലപ്പോഴും വിട്ടുപോകാൻ നോക്കി. പക്ഷെ പല സമയത്തും ദൈവത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ എന്താ പറയുന്നത്, കർത്താവിനോട് ചോദ്യം ചോദിച്ച് കർത്താവിനെ ബുദ്ധിമുട്ടിച്ചു. പല കാര്യങ്ങളിലും നമ്മൾ അൺബിലീഫ് കാണിച്ചു. ബട്ട് സ്റ്റിൽ ഹിസ് ലവ് ഡിഡ്ന്റ് മൂവ് അവേ. നമ്മുടെ കൂടെ ഇങ്ങനെ നിൽക്കാല്ല.
ആ സ്നേഹം ഇന്നും കൂടെ ഞാൻ പലപ്പോഴും വിട്ടു പോകാൻ നോക്കിയിട്ടുണ്ട്, പക്ഷേ എൻ്റെ കൂടെ ആ സ്നേഹം ഇന്നും മാറാതെ നിന്നു എന്ന് എത്ര പേര് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ഞാൻ താഴ്ന്നു പോകും, ഞാൻ പല സമയത്തും കർത്താവേ ഇതൊന്നും നടക്കത്തില്ലെന്ന് പറയും, ഞാൻ നെഗറ്റീവ് പറയും, പലതും നടക്കുമ്പോഴും ദാറ്റ് ലവ് ഇസ് കോൺസ്റ്റൻറ്റ്. ദർസ് നോ ചേഞ്ച് അറ്റ് ഓൾ. അവൻ്റെ സ്നേഹത്തിന് ഒരു മാറ്റവുമില്ല. എൻ്റെ പ്രാർത്ഥനയുടെ കുറവോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കൂടുതലോ കുറവോ ഒന്നും നോക്കിയിട്ടല്ല അവൻ എന്നെ സ്നേഹിക്കുന്നത്. ഹിസ് ലവ് പോസ് ഔട്ട്. ഒരു പരിധിയും വെക്കാതെ സ്നേഹം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് സറൗണ്ടിങ് മീ ഓൾ ഓവർ. But how I will feel, that is my choice. If I open the floodgate and if I'm ready to take His love, yes, I will experience it. But we all are in His love. Today we all are merged in His love. But one person may feel it to a certain extent, the other may not feel to that extent. But the love is the same. How much you want to take it, it's your choice. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ ഇപ്പോഴും എൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. ഞാൻ എത്ര എടുക്കുന്നു, ഞാൻ എത്ര സ്നേഹിക്കുന്നു, എനിക്ക് എത്ര വേണം കർത്താവിൻ്റെ സ്നേഹം. ദാറ്റ് ഗിവ്സ് യു ദ എക്സ്പീരിയൻസ്. നമുക്ക് പല കാര്യങ്ങളും യു ക്യാൻ ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ്. യു ക്യാൻ ഹാവ് എ സംഷ്യസ് ഡിന്നർ. ഈ രണ്ട് രീതിയിലും നമുക്ക് എടുക്കാം അല്ലേ. കുറച്ചെടുത്ത് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നാവിൻ്റെ അറ്റത്ത് വെച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. You will get only that extent. You can enjoy that meal even. So today what we have to do is enjoy Jesus, because He is ready to supply everything to you. Everything, His love, His grace, His glory, everything is available for each one of us. The thing is that how much we measure, we will get according to that. Hallelujah. So again I can say that there is, even if you are a believer, there is a bad news that you have to face situations. But the glorious news is that Jesus is with you. So last week when I was talking about, when I was sharing from the Word of God, I told you that Holy Spirit is giving a word, but I just skipped away from it. And I told you that title. And I told you if God wills, we will just share that one. If He willing, then we will share it. And after the meeting, during the last week, I was just asking him that you just gave me a word, but tell me what it is. Do you remember what I shared at that time? I just skipped away from it. എത്ര പേര് ഓർക്കുന്നുണ്ട്? ഒരു വാക്ക്, ഒരു ടൈറ്റിൽ പോലെ ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് പരിശുദ്ധാത്മാവ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാക്ക് പറഞ്ഞത് കർത്താവ് ഒരു ടൈറ്റിൽ പോലെ തന്നാണ്. അതിനുശേഷം യാതൊരു മൂവും ഇല്ലാതെ ഇങ്ങനെ അത് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് പോയി. പക്ഷേ കഴിഞ്ഞ ദിവസം വീണ്ടും കർത്താവ് അതിനകത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. സോ ദാറ്റ് മീൻസ് ഐ നോ ദാറ്റ് ഐ ഹാവ് ടു ഷെയർ ഇറ്റ് ടുഡേ. ഹി ഹാസ് എ സ്പെസിഫിക് പേർപ്പസ്. കഴിഞ്ഞ ആഴ്ച ഞാൻ മീറ്റിംഗ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ദിസ് ഹോൾ വീക്ക് will be a totally changing, a game changing week. And it happened. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് നമ്മൾ വചനം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ, നമ്മൾ വേർഡ് ഓഫ് ഗോഡ് ഷെയർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ, ഷെയർ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അത്ഭുത സൗഖ്യം നടക്കുമെന്ന് പറഞ്ഞു. ഇറ്റ് ഹാപ്പൻഡ്. യു വിൽ ഹിയർ ദ ടെസ്റ്റിമണി. Many things, and there will be a lot of deliverances. Yes, it is happening even now. വചനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ നടക്കും നിശ്ചയം. സോ ഞാൻ അന്ന് പറഞ്ഞ വേർഡ്, കർത്താവ് എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹൗ ടു ഡീൽ വിത്ത് ദ ഡെഡ് എൻഡ്സ്. എത്ര പേര് ഓർക്കുന്നുണ്ട്? ഹൗ ടു ഡീൽ വിത്ത് ദ ഡെഡ് എൻഡ്സ്. നമ്മളെല്ലാവരും ചെന്ന് സ്റ്റക്കാകുന്ന ചില സമയമുണ്ടല്ലേ. വിശ്വാസിക്ക് എല്ലായിടത്തും ഒരു ഈസി റൈഡ് കിട്ടുമോ? നോ, യു വിൽ നോട്ട്. ഒരു ഈസി റൈഡ് അല്ലെങ്കിൽ ഒരു ഈസി ജേർണി, എ പ്ലസൻറ്റ് ജേർണി, that is only available in a perfect world, but not here. We also have to face it. നമ്മൾ ഓരോരുത്തരും പല സമയങ്ങളിലും ചെന്ന് കർത്താവെ ഇനി എന്താ എന്ന് ജീവിതത്തിൽ എത്ര പേര് ചോദിച്ചിട്ടുണ്ട്? കർത്താവെ ഒന്നും കാണുന്നില്ല, എല്ലാം അടഞ്ഞു, മുഴുവൻ അടഞ്ഞു, വാട്ട്സ് നെക്സ്റ്റ്?
ഈ ചോദ്യം നമ്മൾ കർത്താവിനോട് എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടല്ലേ ജീവിതത്തിൽ? But just turn back and look at yourself. Today you are here. You cannot even remember how you went through that situation. He took you out. He carried you. By His grace, He carried you away from it. Amen. Oh, hallelujah. You were totally in His love. We face situations. But today, just look back. Can you just simply say, thank you, Jesus, to bring me to this level? And there's no change for that Jesus today. He is more than sufficient to keep you moving forward. Hallelujah. There may be dead ends again, Amen. Amen. but still there's no change for that Jesus. That Jesus is the same yesterday, today, and forever. Amen. There's Hallelujah. no change for Him. Jesus. Hallelujah. Hallelujah. How to deal with the dead end. Amen. He just gave me that title. I don't know. It was just like popping out. ആ ഒരു ടൈറ്റിൽ മാത്രം വന്ന് ഇങ്ങനെ മുമ്പിൽ നിൽക്കുക. പല കാര്യങ്ങളും കർത്താവ് നമ്മളെ കാണിച്ചു തരുമ്പോൾ നമ്മളത് ജസ്റ്റ് ടേക്ക് ഇറ്റ്, അങ്ങ് എടുത്താൽ മതി. ജസ്റ്റ് തിങ്ക് സിംപ്ലി. ഇതിനെ നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോഴാണ് നമ്മുടെ പിടിക്കാത്തത് കിട്ടാതെ വരുന്നത്. സിമ്പിളായിട്ട് അതിനെ ഇങ്ങ് എടുത്തേ. ബിക്കോസ് ഹി ഈസ് സോ സിമ്പിൾ. അതിനെ ഇങ്ങ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ കർത്താവിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കർത്താവ് നമ്മൾക്കുള്ള ആ ഉത്തരങ്ങൾ തന്നുകൊണ്ടിരിക്കും. ആൻസേഴ്സ് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഹി വിൽ ഡെവലപ്പ് തിങ്സ്, ഹി വിൽ ടോക്ക് ടു യു ആൻഡ് ഹി വിൽ എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറിത്തിങ് ഫ്രം ദ വേർഡ്. He just gave me that title, and after that I was totally busy during the last week. It was hectic, but even when you are too busy, His grace is multiplying. എത്ര ഭാരത്തിൽ നമ്മൾ വരുന്നു അന്നേരം അതിനനുസരിച്ച് അവൻ്റെ കൃപ നമ്മളിൽ കൂടിക്കൊണ്ടേയിരിക്കും. ഭാരം കൂടുമ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവ് എല്ലാം കൈവിട്ടോന്ന്. He also multiplies it. നമുക്ക് പ്രശ്നം കൂടി വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യവും കൂടി വരിക. നമുക്ക് ഭാരമുണ്ടെന്ന് പറയുമ്പോൾ കർത്താവ് എന്നാൽ പിന്നെ ആ ഭാരത്തിനനുസരിച്ച് എൻ്റെ കൈ തരാനില്ലെന്നല്ല പറയുന്നത്. ആ ഭാരത്തിനേക്കാൾ അതിനെ കവിയുന്ന സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ടവൻ നമ്മളെ അങ്ങ് മൂടും. Amen. Hallelujah. ഹെക്റ്റിക്കായിട്ടുള്ള വർക്കൊക്കെ നടന്നുകൊണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫെഡപ്പായി പോകുന്ന പോലെ ജോലിയിലെ സ്ട്രെസ്, ബാക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സമയമില്ല, ഇതെല്ലാം വന്ന് നിൽക്കുമ്പോഴും വി ആർ അണ്ടർ ഹിസ് ഗ്രേസ്. അതിനിടയിൽ കൂടെ കാര്യങ്ങളെ ഓരോന്നിനെയും നമ്മൾ അറിയാതെ നമ്മളുടെ സിറ്റുവേഷൻസിനെ പലതിനെയും when you just look at that, it's so beautiful that He's tweaking things out. At small corrections here and there, He works on it. We may not be able to resolve it, but He tweaks things in a very nice manner. Hallelujah. It is not according to our brain. It is not according to our plan. It is according to His way. He tweaks things. He corrects it. He makes intricate changes. He makes situations changing here and there. And He arranged a ride through all those things. Hallelujah. And after He gave me that word, gradually in one day He started direct me to a specific portion in the scriptures. So it was in Romans chapter 4. We read that portion many times, many times, but He just gave me something in a very specific way. Holy Spirit just divided it, and He told that you just read this portion, and it is a clear-cut example that how you can deal with the dead ends. ഈ നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, ഈ പണ്ടത്തെ കാലത്ത് ഇപ്പോഴും ഉണ്ട്, നമ്മളൊക്കെ ശ്രദ്ധിച്ച് ഇച്ചിരി പ്രായമായവരൊക്കെ ഇപ്പോഴും ശ്രദ്ധിക്കും. നമ്മൾ ഈ മുയലിന് ക്യാരറ്റിനടുക്കെ ചെല്ലാനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്നൊരു സംഭവം. ഈ ഇങ്ങനെ ഒത്തിരി എണ്ണം വരച്ചിട്ട് അതിനകത്ത് മെയ്സ്, അവന് ന്യൂ ദാറ്റ് മെയ്സ് എന്ന് പറയുന്ന സംഭവമല്ലേ, അതിനകത്തോട് ഇങ്ങനെ കയറി പലയിടത്ത് ചെല്ലുമ്പോൾ നമ്മളവിടെ സ്റ്റക്കാവും, പിന്നെ തിരിച്ചു വരണം, വേറെ വഴി കണ്ടുപിടിക്കണം. ഇങ്ങനെ വന്നിട്ട് അവസാനം വെളിയിലിരിക്കുന്ന ക്യാരറ്റിനകത്ത് ഈ മുയലിനെ ഇങ്ങനെ കൊണ്ടുപോകണം അല്ലേ.
ഇങ്ങനെ വരച്ച് അതിനകത്തൂടെ തിരിച്ചും മറിച്ചുമൊക്കെ വരച്ച അവസാനം ക്യാരറ്റിനകത്ത് കൊണ്ടുപോകണം. പലയിടത്തും വരുമ്പോൾ നമുക്കറിയാമല്ലേ, നമ്മളിങ്ങനെ ചെന്ന് കയറുമ്പം ഇത് ഈസി ഇപ്പം അങ്ങ് ചെല്ലുമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ലാസ്റ്റ് ചെല്ലുമ്പോൾ അവിടെ ഒരു ഡെഡ് എൻഡ്. വീണ്ടും അവിടെ നമ്മൾ വീണ്ടും തിരിച്ചു പോകണം അല്ലേ. എത്ര പേര് ഇത് കളിച്ചിട്ടുണ്ട്? പക്ഷേ ഈ കളിയിലെ ഞാൻ എവിടെയോ അത് കണ്ടതാണ്, ഒരു കുട്ടി അത് ഡീൽ ചെയ്തേക്കുന്നത്. ക്യാരറ്റ് വെളിയിലിരിക്കുന്ന മുയൽ ഇവിടെ, ക്യാരറ്റ് ഇവിടെ. മുയലിനെ ക്യാരറ്റിനടുക്ക കൊണ്ടെത്തിക്കുക. നല്ല കോംപ്ലിക്കേറ്റഡ് മെയ്സ്. ഈ കുട്ടി ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട്. ഈ മെയ്സിനകത്തെങ്ങും കയറാതെ മുയലിൽ നിന്ന് ക്യാരറ്റിലേക്ക് നേരെ ഒരു വര. അതല്ലേ എളുപ്പം വാസ്തവത്തിൽ. കർത്താവ് പറയുന്നത് നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രശ്നം മുഴുവൻ, ഈ മെയ്സ് മുഴുവൻ, യു ജസ്റ്റ് തിങ്ക് ഇൻ ദിസ് വേ. You may go through all those things, but eventually the result is exactly like this. I will take you from this point to this point if you travel with me. If you are ready to obey me and get into the peace which he is giving. അതാ എബ്രായർ എഴുതിയ ലേഖനത്തിൽ പറയുന്ന ശബത്ത് അനുഭവം, സ്വസ്ഥത എന്ന് പറയുന്നത്. ഡെഡ് എൻഡ്സ് ഒക്കെ ഉണ്ടാകും, പക്ഷേ അവിടെ വരുമ്പോൾ ഞാൻ അറിയാതെ ഒരു സ്വസ്ഥതയ്ക്കകത്ത് കയറിയാൽ ഈ ഡെഡ് എൻഡിൽ വരുമ്പോഴും എൻ്റെ ട്രാവൽ ഇതുപോലെ ആയിരിക്കും. മുയൽ നേരെ ക്യാരറ്റിൽ ചെല്ലും. ഹല്ലേലൂയ. ഇതിൻ്റെ കറക്റ്റ് എക്സാമ്പിൾ ഈ 4-ാമത്തെ അധ്യായത്തിൽ കാണിച്ചിട്ട് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ കാണിച്ചു തന്നത് കർത്താവ് പറഞ്ഞത്, ഹൗ ടു ഡീൽ വിത്ത് ദിസ് ഡെഡ് എൻഡ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. When you read that, I mean, it's an Old Testament story, but when you read it, you may think, okay, we can just read it through. But there are steps in it. Let us just go to that scripture. Romans chapter 4. Let's just go to that. Romans chapter 4. എല്ലാവർക്കും അറിയാവുന്ന, നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടും പറഞ്ഞിട്ടും ഒക്കെ ഉള്ള കാര്യം. റോമൻസ് 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ തുടങ്ങാം. 17-ാമത്തെ വാക്യം മുതൽ 17. ഞാൻ മലയാളവും ഇംഗ്ലീഷും ഒരുപോലെ എടുത്ത് പോകാമെന്നാണ് ആഗ്രഹിക്കുന്നത്. Thank you, Jesus. Hallelujah. Okay. കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ സന്തോഷത്തോടെ. Hallelujah. ഇന്ന് ഞാനിത് പഠിക്കുമെന്ന് പറഞ്ഞേ, ഇന്ന് മുതൽ സ്വസ്ഥത കയറാനുള്ള എൻ്റെ ടിപ്പ്, ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. കർത്താവ് ഇന്ന് കാണിച്ചത്, നമ്മൾ ഈ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോവുകയുള്ളൂ. പക്ഷേ ഇത് കാണിച്ചപ്പോൾ കർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നു. നമ്മൾ ഈ എന്താ പറയുന്നത്, ചില SOP ഒക്കെ ഇല്ലേ, നമ്മുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്, പലതിനകത്തും 1, 2, 3 നമ്മളിങ്ങനെ എഴുതി വെച്ച് ഈ സ്റ്റെപ്പ് ഇത് ഇത്രയും ചെയ്യണം. ഇതുപോലെ ഇവിടെ ഈ വാക്യങ്ങളിൽ ഇത് കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഡെഡ് ആൻഡ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. നമ്മൾ വായിച്ചു വിടുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് വായിച്ചു പോകാമെന്നേ ഉള്ളൂ. അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ ഞാൻ മലയാളത്തിലുള്ള ആദ്യം വായിക്കാം. Romans chapter 4 verse 17. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഇതാരെ പറ്റി എഴുതുന്നത്? അബ്രഹാമിനെ പറ്റി. അബ്രഹാമിനെ പിടിച്ച് നിർത്തിയിട്ട് പറയുക, ഇങ്ങോട്ട് നോക്കിക്കേ, ജസ്റ്റ് ലുക്ക് അറ്റ് Abraham, follow what he did when he faced a dead end situation. So here the main character is Abraham. But why we are considering Abraham here? Because we have a role model, that is Jesus Christ. But in a normal way, when we think about Jesus, how he faced things, we may think that, okay, he was God, he could have do it. But here Paul says that, okay, you don't look at Jesus here, because you may take an advantage, or you may excuse that, okay, Jesus was God when he was walking in this earth. But here Abraham is not God. He is a normal human being. But he also faced such situations, but he came through it. How he did it. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ വാക്യം ഒന്ന് നോക്കിക്കേ, മരിച്ചവരെ ജീവിപ്പിക്കുക. അതിൻ്റെ ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് അത് കുറച്ചുകൂടെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാകുന്നത്. 4:17. Ricky, can you read it? In the presence of him whom he believed, God who gives life to the dead. No,
17 മുതൽ. Yeah, verse 17. Is it NKJV? Yeah, 17. As it is written. അങ്ങനെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? Oh, yeah, okay. 4:17. അവിടെ മുതൽ വായിക്കാം. As it is written, I have made you a father of many nations. In the presence of him whom he believed, God who gives life to the dead and calls those things which do not exist as though they did. Okay, അവിടെ തന്നു. Here he says, ഏബ്രഹാം നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഒരു വാഗ്ദത്തം കിട്ടി. ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്? ആദ്യമേ ദൈവം അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പറഞ്ഞു വിട്ടൊരു വാക്കുണ്ട്. നിന്നെ ഞാൻ അത് ഇംഗ്ലീഷിൽ വായിക്കുമ്പോഴാണ് കുറച്ചുകൂടെ അതിൻ്റെ ആദ്യത്തെ. ആസ് ഇറ്റ് ഈസ് റിട്ടൺ, ഐ ഹാവ് മെയ്ഡ് യു എ ഫാദർ ഓഫ് മെനി നേഷൻസ്. I have made you a father of many nations. This was the promise. God told him something. What was the situation? വയസ്സ് 90 എല്ലാ സാധ്യതകളും അസ്തമിച്ച് നിൽക്കുന്നു. ഒരു ഹോപ്പുമില്ല, ഡെഡ് എൻഡാ. ആ ഡെഡ് എൻഡിൽ നിൽക്കുമ്പം ദൈവം ഒരു കാര്യം പറയുക. അതിനകത്ത് ആ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അവിടെ ഉണ്ട്, ഐ ഹാവ് മെയ്ഡ് യു. ഐ എം ഗോയിങ് ടു മേക്ക് യു എന്നല്ല, ഐ ഹാവ് മെയ്ഡ് യു. സിറ്റുവേഷൻ എന്താ? ഒരു സാധ്യതയുമില്ല. പക്ഷെ ദൈവം പറഞ്ഞതെന്താ? ഐ ഹാവ് മെയ്ഡ് യു. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. എന്താ? ദൈവം തീരുമാനിച്ചു. നമ്മളൊരു ഡെഡ് എൻഡ് നിൽക്കുമ്പോഴും ദൈവം നമ്മളെപ്പറ്റി തീരുമാനിച്ചത് എന്താ? നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. നീ നശിക്കത്തില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. നീ ബഹുജാതികൾക്കും പിതാവാകും, ഞാൻ തീരുമാനിച്ചു. ദൈവം പറയുക, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, നീ you will be father of many nations. I have already determined, I made you like that. Then he says that your generations will be like this, and he was just doing a reverse engineering. ഞാൻ തീരുമാനിച്ചു അവസാനം വരെയുള്ള നിന്റെ കാര്യം നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. Now I am explaining you what will be your children, what will be the future and all those things, but my decision is that to make you as a father of nations. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ആദ്യത്തെ കാര്യം, ദൈവം എന്ത് പറഞ്ഞെന്ന് വിശ്വസിച്ച് പറയണം. ഹല്ലേലൂയ. ഒന്നുകൂടെ നമ്മൾ റിമെമ്പർ വാട്ട് ഹി സെഡ്. ദൈവം എന്താ പറഞ്ഞേക്കുന്നത്? നിന്നെ തകർത്ത് കളയുമെന്ന് എവിടെയെങ്കിലും ഇത് വായിച്ചപ്പോൾ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിന്നെ ഞാൻ തകർത്ത് കളയും എഴുതിയിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയല്ലെങ്കിൽ ദൈവം എന്നോട് എന്താ പറഞ്ഞത്? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശു മുഖേന ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താ? ആടും മാടും സമ്പത്തും ഒക്കെയാണോ? അല്ല. വിശ്വാസത്താലുള്ള നീതീകരണം. അതായത് യേശുവിനെ ഞാൻ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും എൻ്റെ മേലുണ്ട്. വിശ്വാസം കൊണ്ട് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും. സോ ഓൾ ദ പ്രോമിസസ് വിച്ച് വി ഗോട്ട് ത്രൂ ജീസസ് ജസ്റ്റ് ബൈ ഫെയ്ത്ത്, that brings down all the promises as an inheritance upon us. Hallelujah. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തു യേശുവിൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്താ? ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ? യു ഹാവ് an ability to tap out everything from heaven. So when you have his glory, when you have everything from him, the other things will follow you. It is a natural principle. Hallelujah. നമുക്കറിയാം, ഇപ്പോൾ ഒരു മാഗ്നറ്റ് ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ ഏതെങ്കിലും വേറെ സാധനങ്ങളുണ്ട് അതിൻ്റെ പുറകെ വരത്തില്ലേ? ഒരു ബോക്സിനകത്തൊരു മാഗ്നറ്റ് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഒരു മേശയുടെ താഴെ മാഗ്നറ്റ് വെച്ചിട്ട് മുകളിൽ ഒരു ബ്ലേഡ് വെച്ചിട്ട് നമ്മളിങ്ങനെ മാഗ്നറ്റ് അനക്കിയ ബ്ലേഡ് കൂടെ വരുമോ? When you have his glory, wherever you move, things will follow you. Amen. Hallelujah. Hallelujah. What he promised for you. ഒന്ന് വിളിച്ചു പറഞ്ഞ, I will remember what he promised.
ഡെഡ് എൻഡ് നിൽക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യമാണ് റിമെമ്പർ വാട്ട് ഹീ സെഡ്. സിറ്റുവേഷൻ മുഴുവൻ മോശം. അബ്രഹാം ചെയ്തത് എന്താണ്? ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു, ഞാൻ ബഹുജാതികൾക്ക് പിതാവാകും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഞാൻ പറയാൻ തുടങ്ങും. എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ. ഡെഡ് എൻഡിൽ നിൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം പറയുന്നത്. അവിടെ നിന്നുകൊണ്ട് അതിനെ നോക്കിയിട്ട് കരയാനല്ല, ആ ഡെഡ് എൻഡിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാൻ തുടങ്ങും, എൻ്റെ ദൈവമോ അവൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം എൻ്റെ സകല ആവശ്യങ്ങളും പൂർണ്ണമായിട്ട് തീർത്തു തരും. ഈ വാക്യം അങ്ങോട്ട് വിളിച്ചു പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തെ ഞാൻ പിടിച്ച് താഴോട്ട് കൊണ്ടുവരാം. ഹല്ലേലൂയ. സിറ്റുവേഷൻ മുഴുവൻ എതിരാ, പക്ഷെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ വിളിച്ചു പറയുന്നത്, എൻ്റെ ദൈവം ഇത് ചെയ്തിരിക്കും നിശ്ചയം. അതിൻ്റെ മുമ്പത്തെ മലയാളത്തിൽ, ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കുമ്പോൾ ഇത് നേരെ റിവേഴ്സ് ഓർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വാക്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പാരലലി പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ആ വാക്യത്തിൻ്റെ തന്നെ തൊട്ട് മുമ്പിൽ ഈ പറഞ്ഞ ആളെന്താന്ന് അടുത്ത സംഗതി പറയുന്നത് എന്താണ്? റിമെമ്പർ വാട്ട് ഗോഡ് ക്യാൻ ഡു ഫോർ യു. ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റും? പറഞ്ഞതാരാന്ന് മനസ്സിലായി, പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഓർത്തു. രണ്ടാമത്, ഈ പറഞ്ഞ ആൾക്ക് ഇതൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ ഓർത്തിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മളോട് ഈ പ്രോമിസ് പറയുന്ന ആൾ വെറുതെ, നമ്മുടെ മലയാളം ഭാഷ പറഞ്ഞ വെറുതെ തള്ളിയതാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? ഒന്നുമില്ലല്ലേ. ഇപ്പോഴത്തെ നാട്ടിലെ ഭാഷ അതല്ലേ, തള്ളും. വെറുതെ തള്ളാൻ ആർക്കും പറ്റുമല്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞതാരാണ്? ദൈവമാണ് പറഞ്ഞേക്കുന്നത്. ഈ ദൈവമാണ് പറഞ്ഞേക്കുന്നതെന്ന് ഞാൻ ഏറ്റെടുത്ത് കഴിയുമ്പോഴാണ് എൻ്റെ വിശ്വാസം കൂടാൻ തുടങ്ങുന്നത്. കാര്യം മനുഷ്യനല്ല എന്നോട് സംസാരിച്ചത്, ദൈവം തന്നെ എനിക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്. ഈ ദൈവം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും കൂടെ ഞാൻ ഓർത്തു തുടങ്ങുമ്പോഴാണ് ഇതിൻ്റെ പവർ കൂടുന്നത്. എന്താ പവർ കൂടുന്നത് നോക്കി. ആ വാക്യത്തിൻ്റെ അടുത്തതായത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി വിശ്വസിക്കണം. അബ്രഹാം വിശ്വസിച്ചതുപോലെ ഞാൻ വിശ്വസിക്കണം. അബ്രഹാമിന് പ്രോമിസ് കൊടുത്ത അതേ ദൈവം ഇന്ന് എനിക്ക് ക്രിസ്തു യേശു മുഖാന്തരം എൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ, ദാറ്റ് സെയിം വർക്ക് ഹി വിൽ ഡു ദ സെയിം വർക്ക് ടു മീ. ഹല്ലേലൂയ. ഇല്ലാത്തതിനെ അവൻ ഉള്ളതുപോലെ വിളിക്കും, മരിച്ചതിനെ അവൻ ജീവിപ്പിക്കും. വേർ യു ആർ സ്റ്റാൻഡിങ് നൗ, യു ആർ ഫേസിങ് ദ ഡെഡ് എൻഡ്. And he says that I can't do anything. I will call things from nothing. I will call it as it is being there. അതൊന്നുമില്ലെങ്കിലും അതിനെ ഉള്ളതുപോലെയാണ് വിളിക്കുന്നത്. The confidence which God has, the same confidence you have when you are facing the situation. Hallelujah. When you call things, you will call exactly like God himself. Hallelujah. As God calls things out of nothing, you will start calling things upon you. Hallelujah. ഡെഡ് എൻഡിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും സംസാരിച്ചു തുടങ്ങുമ്പോൾ, എനിക്ക് വേണ്ടി വലുതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, what happens? The real God himself is speaking out to a vacuum which can create things out of it. മുഴുവൻ മരിച്ചു എന്ന് പറയുന്ന സിറ്റുവേഷൻ, ഇനി ഒന്നും നടക്കത്തില്ല, സംഗതികൾ മുഴുവൻ എനിക്കെതിരായിട്ടാണ് തിരിയുന്നതെന്ന് പറയുമ്പോഴും, ഐ ആം ചേഞ്ചിങ് ദാറ്റ് ഡെഡ് സിറ്റുവേഷൻ ഇൻ ടു ലൈഫ്. എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കിനകത്ത് ജീവൻ ഇരിക്കുമ്പോൾ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന വാക്ക്. ഞാൻ വിശ്വാസത്തിൽ എൻ്റെ കർത്താവ് എന്നോട് വാഗ്ദത്തം തന്നിട്ടുണ്ട്, ഞാൻ തകർന്നു പോകത്തില്ല. ഡെഡ് എൻഡിൽ നിന്നുകൊണ്ട് പറയുന്നത്, there's no chance, everything is shut down. But when you start speaking, when you start believing him who promised you that he will lift you up, you are replacing God in that situation. You are stepping into the shoes of God. Hallelujah. ഒന്നോർത്ത് നോക്കിയ, ദൈവത്തിൻ്റെ സ്ഥാനത്തേക്കാണ് കർത്താവ് നമ്മളെ കയറ്റി നിർത്തുന്നത്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് യേശുവിലുള്ള വിശ്വാസം മൂലം ഞാൻ കൽപ്പിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്നാണ് കൽപ്പന വരുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതിനെ ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നതിനെ ഞാൻ സ്വർഗത്തിൽ അഴിക്കും. Where should you do it? When you face a dead end. Tie it. If you don't want, tie it. If you want something, lose it. Hallelujah. You have the authority
പറഞ്ഞവൻ ആരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത് അവൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കണം. റിമെമ്പർ ഹൂ ഗോഡ് ഈസ് ആൻഡ് റിമെമ്പർ വാട്ട് ഹീ ക്യാൻ ഡു ഫോർ യു. ഹല്ലേലൂയ. ഈ 2 സ്റ്റെപ്പിനകത്തേക്ക് ആദ്യം അബ്രഹാം കയറി നിന്ന് എന്നോട് എന്താ പറഞ്ഞത്? എല്ലാ സിറ്റുവേഷനും എതിരാണ്. പക്ഷേ എന്നോട് വാഗ്ദത്തം ചെയ്തവൻ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ബഹുജാതികൾക്കും പിതാവാകും. രണ്ടാമത് ഞാൻ അവനെ എങ്ങനെയാണ് വിശ്വസിച്ചത്? ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കും, മരിച്ചതിനെ ജീവൻ കൊടുക്കും. ഇത് രണ്ടും ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഏത് എക്സ്റ്റെൻറ്റ് വരെ പറ്റും? ഒന്ന് ഓർത്ത് നോക്കി. ഒന്നുമില്ലാത്തത്, ഔട്ട് ഓഫ് നത്തിങ് ഹി ക്യാൻ ക്രിയേറ്റ് തിങ്സ്. ലെറ്റ് ഇറ്റ് ബി. ഒറ്റ വാക്ക് പറഞ്ഞു വിട്ടപ്പോൾ തന്നെ ഒന്നുമില്ലായ്മയെന്ന് ഉളവാകാൻ തുടങ്ങി. ഹല്ലേലൂയ. ഈ കർത്താവിനെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. അവൻ്റെ പുറകെ ഞാൻ നടക്കുന്നത്. അവൻ്റെ പുറകെ ഞാൻ നടക്കുന്നതിനേക്കാൾ കൂടുതൽ ആ യേശു ഇന്ന് എൻ്റെ പുറകെ നടക്കുക. ഔട്ട് ഓഫ് ഹിസ് ലവ് ഹി ഈസ് ഫോളോയിങ് മീ എവ്രിവെയർ. ഹല്ലേലൂയ. When we face that dead situation, that dead end situation, just look aside. He is there next to you. പത്മോസ് ദ്വീപിൽ ചെന്നപ്പം യോഹന്നാൻ നോക്കിയപ്പോൾ എന്താ പറഞ്ഞത്? ആത്മവിവശതയിലായിരുന്നപ്പോൾ അവിടെ ഒന്നുമില്ല, തലയോട്ടികൾ മാത്രം കിടക്കുന്ന സ്ഥലത്ത് ആ ഡെഡ് സിറ്റുവേഷന് നിൽക്കുമ്പോഴും ആത്മവിവശതയിലായപ്പോൾ കർത്താവിനുള്ള റിലേഷൻഷിപ്പിനകത്തേക്ക് വന്നപ്പോൾ he just turned around and Jesus was standing next to him. Whatever be the situation, he will never go away from you. He is next to you. പ്രശ്നം എത്രയും കൂടുന്നോ കർത്താവ് അത്രയും അടുത്ത് നിൽക്കും. ഹല്ലേലൂയ. എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ, കർത്താവിന് എൻ്റെ പവർ, എൻ്റെ ബലം അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറയും, ഇപ്പോൾ ഈ പ്രശ്നത്തിൽ ഞാൻ നിൻ്റെ പുറകിൽ നിന്നാൽ മതി. ചില പ്രശ്നം വരുമ്പോൾ കർത്താവ് പറയും, നൗ ഐ വിൽ ബി റൈറ്റ് ഇൻ യുവർ ബാക്ക്. ഞാൻ പുറകിൽ നിൽക്കാം. യു ക്യാൻ ഫേസ് ഇറ്റ്. സംടൈംസ് ഹീ വിൽ കം നിയർ ടു യു സ്റ്റാൻഡിങ് എ സൈഡ് എന്നുകൊണ്ട് പറയുക, ലെറ്റ് us ഫൈറ്റ്. ചില സമയത്ത് എന്ത് പറയും കർത്താവ്? ഇറ്റ്സ് എ സിമ്പിൾ തിങ്, യു ക്യാൻ ഹാൻഡിൽ ഇറ്റ്. സോ ഐ ഷുഡ് നോട്ട് കം അറൗണ്ട് യു. ഐ വിൽ ബി സ്റ്റാൻഡിങ് ഹിയർ. ഹി വിൽ ബി ഇൻ യുവർ ബാക്ക്, ജസ്റ്റ് ബിഹൈൻഡ് യു. ചില സിറ്റുവേഷൻ പറയുമ്പോൾ നോ, ലെറ്റ് us ഫൈറ്റ്. ഹി വിൽ കം നിയർ ടു യു, സൈഡ് ബൈ സൈഡ്. ബട്ട് ഇൻ സം സിറ്റുവേഷൻസ് വെൻ യു ആർ സോ വീക്ക്, ഹി വിൽ സേ ദാറ്റ് സ്റ്റേ ബാക്ക്, ഐ വിൽ ബി ഇൻ യുവർ ഫ്രണ്ട്. ഞാൻ നിൻ്റെ മുമ്പിൽ കയറി നിൽക്കും. ഹല്ലേലൂയ. ഞാനായി ഇനി കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഹി വിൽ ടേക്ക് ദ പൊസിഷൻ. ഹല്ലേലൂയ. ഹി ട്രെയിൻ യു ഇൻ ദാറ്റ് വേ. ഏത് സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഹി വിൽ നെവർ ലീവ് യു, നെവർ ഫോർസേക്ക് യു. ഹി വിൽ ബി അറൗണ്ട് യു. പൊസിഷൻ എവിടെയായിരിക്കും എന്ന് ചോദിച്ചാൽ ചില സമയത്ത് കർത്താവ് പറയും, ചെറിയ കാര്യമാണ്, നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, ഞാൻ പുറകിൽ നിന്നാൽ മതി, നിനക്ക് പറ്റും. ട്രെയിനിങ്. വിശ്വാസത്തിൽ ഓരോ ദിവസവും മുമ്പിൽ കയറി വരുമ്പോൾ കർത്താവ് പറയും, നൗ യു ക്യാൻ ഹാൻഡിൽ എവറിത്തിങ്, ഐ വിൽ ബി ജസ്റ്റ് ഹിയർ. ഹല്ലേലൂയ. സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി അനുസരിച്ച് എൻ്റെ കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അവൻ മാറിപ്പോകത്തില്ല. ഓരോ നിമിഷവും കൂടെ തന്നെ നിൽക്കും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഈ 2 കാര്യങ്ങൾ അബ്രഹാം ആദ്യം ഒരു കാര്യം പറഞ്ഞു, വാഗ്ദത്തം പറഞ്ഞവൻ ആരാണെന്ന് ഓർക്കാൻ തുടങ്ങി. രണ്ടാമത് വാഗ്ദത്തം ചെയ്തവന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഓർക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിലൂടെ വരുമ്പോഴത്തേക്കാണ് വീണ്ടും ഓരോന്നോരോ നമ്മളിങ്ങോട്ട് വരുമ്പോഴാണ് പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാകുന്നത്. അപ്പം സിറ്റുവേഷൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ആദ്യം പറഞ്ഞു, കർത്താവ് എന്നെ കൈവിടത്തില്ല. ഈ പറഞ്ഞ കർത്താവിന് ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ 2 കാര്യവും ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് എൻ്റെ ജോലിയാണ്. റെസിസ്റ്റ് ദിസ് ഫാക്ട്സ്. ചുറ്റും നിൽക്കുന്ന ഈ സിറ്റുവേഷനെ നോക്കിയിട്ട്, അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം റോമൻസിൽ തന്നെ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ. പലപ്പോഴും നമുക്ക് പറ്റുന്നത് എന്താ, ഈ ഡെഡ് ആൻഡ് സിറ്റുവേഷൻ വരുമ്പം വി കോംപ്രമൈസ്, വി സ്റ്റാർട്ട് സ്പീക്കിംഗ് അക്കോർഡിംഗ് ടു ദാറ്റ് സിറ്റുവേഷൻ. പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ പ്രശ്നത്തിനെ നോക്കിയിട്ട് നമ്മൾ പറയും പ്രശ്നമാണേ, നമ്മൾ അതിൻ്റെ കൂടെ വി സ്റ്റാർട്ടഡ് ട്രാവലിംഗ് പാരലൽ ടു ദിസ് ഇഷ്യൂ. വി ആർ ഓൾസോ ചിയറിങ് ദ ഇഷ്യൂ. നമ്മൾ ഓരോ സമയത്തും ഈ ഇഷ്യൂവിനെ നോക്കി, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഡെഡ് എൻഡിനെ നോക്കിയിട്ട് വി സ്റ്റാർട്ടഡ് ചിയറിങ് ദാറ്റ്. ഓ, ഇത് മുഴുവൻ പ്രശ്നമാണ്,
ഇതെല്ലാം ഈ എരിഹോ കോട്ട എന്ന് പറഞ്ഞതിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയതുപോലെ തന്നെ എന്തൊരു വലിയ കോട്ടയല്ലേ. ആദ്യം കർത്താവ് മിണ്ടരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ജെറിക്കോ വാളിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് മിണ്ടരുതെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ആദ്യം ചെന്ന് നിൽക്കുമ്പോഴേ ആദ്യത്തെ ചോദ്യം, നമ്മുടെ എല്ലാം ചോദ്യം അത് തന്നെയല്ലേ, എന്തൊരു കോട്ടയായത്, ആദ്യത്തെ എന്തൊരു വലിപ്പമായതിൻ്റെ. അടുത്ത് നിൽക്കുന്ന ആൾ ഉടനെ പറയും ഇതെങ്ങാനും പൊളിയോ. നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഭാര്യയോ ഭർത്താവോ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ ആദ്യം ഭാര്യയോ ഭർത്താവോ ഒരാൾ പറഞ്ഞു തുടങ്ങും അതായത് മുഴുവൻ കുഴപ്പമായി. അപ്പോഴത്തേക്ക് പിന്നെ പിണക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും കൂടെ പറഞ്ഞു ആ ശരിയാ ഇത് മുഴുവൻ പ്രശ്നമാണ്. അപ്പോൾ രണ്ട് പേര് ചേർന്ന് യു ആർ പ്രൊമോട്ടിങ് ദാറ്റ് ഇഷ്യൂ. നമ്മൾ ഭയങ്കര ക്യാമ്പയിൻ നടത്തും അതിൻ്റെ പുറത്ത്, പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുക. ബട്ട് ഹിയർ the word of God says that Abraham did totally in the opposite way. പ്രശ്നത്തെ നോക്കിയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരായിട്ട് എൻ്റെ കർത്താവ് പറഞ്ഞതിനെ ഉപയോഗിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്ന വാക്യം അത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നിടത്തും ഇംഗ്ലീഷിലും ഏകദേശം അതുപോലെയാണ്, പക്ഷേ മലയാളത്തിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് എഴുതിയിട്ടുണ്ട് വാക്ക്. അതിൻ്റെ 18 തന്നെ നമുക്ക് മൊത്തം ഒന്ന് വായിക്കാം. നിന്റെ സന്തതി ഇവണ്ണമാകും എന്നരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്കും പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇറ്റ് ബിറ്റ് കോംപ്ലിക്കേറ്റഡ്. ഇംഗ്ലീഷിൽ അതൊന്ന് വായിക്കാമോ? Who contrary to hope in hope Who believed. contrary നിർത്തി വായിച്ച Who contrary To hope to hope in hope believed. in hope. To hope in hope. ആശയ്ക്ക് വിരോധമായി ആശയോടെ. ഒന്നുകൂടെ വായിച്ച് അത് നിങ്ങളെല്ലാവരും അവിടെ തന്നെ ഇംഗ്ലീഷ് ബൈബിളാണെങ്കിൽ അവിടെ കൈ വെച്ചിട്ട് ഒന്ന് പോയി നോക്കിക്കേ. ഒന്നുകൂടെ വായിച്ച് ഇൻ കോൺട്രറി. ഇൻ കോൺട്രറി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒന്ന് മനസ്സിലായോ? സിറ്റുവേഷൻ്റെ കോൺട്രറി ആക്ഷന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? സാധാരണ നമ്മൾ ആ സിറ്റുവേഷനെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങും. ബട്ട് വാട്ട് ഷുഡ് ബി യുവർ ആക്ഷൻ? യു ഷുഡ് ആക്ട് ഇൻ കോൺട്രറി ടു ദാറ്റ്. അവിടെ വരുമ്പോൾ അതിൻ്റെ കൂടെ പോകരുത്, തിരിഞ്ഞു നിൽക്കണം. ഒന്ന് പറഞ്ഞേ, അതിൻ്റെ കൂടെ നടക്കാൻ നിൽക്കരുത്, ഒന്ന് നിന്നിട്ട്. നമ്മൾ പലപ്പോഴും ഈ IT-യുടെയൊക്കെ ഈ ഇഷ്യൂ വരുമ്പോൾ മിക്കവാറും ഓഫീസിൽ വരുമ്പോൾ സ്റ്റോപ്പ്, തിങ്ക് ആൻഡ് ആക്ട് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നിന്ന് ആലോചിച്ച് പിന്നെ മുമ്പോട്ട് ചെല്ലണം. ഇതെങ്ങനെയാണ്? നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഓടാൻ റെഡിയാണ്. പ്രശ്നമേന്ന് പറഞ്ഞിട്ട് ആ പ്രശ്നത്തിൻ്റെ കൂടെ ഓടാൻ നമ്മൾ റെഡിയാണ്. കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നത് സ്റ്റോപ്പ് ദെയർ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് ഇൻ കോൺട്രറി. Who contrary to hope. ടു ഹോപ്പ്. അപ്പം എന്താ? രണ്ട് ഹോപ്പ് അവിടെ ഉണ്ട്. ഒന്നുകൂടെ വായിച്ചോ. In hope believed. ടു ഹോപ്പ് ഇൻ ഹോപ്പ്. രണ്ടാശയുണ്ട്. ഒന്ന് കാണുന്ന സിറ്റുവേഷൻ അക്കോർഡിംഗ് ആയിട്ടുള്ളൊരാശ. യുവർ ഹോപ്പ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് അണ്ടർ ദ നോർമൽ ലോ ഓഫ് യൂണിവേഴ്സ്. ബാങ്കിൽ ഒരു ബാലൻസ് പോലും ഇല്ലാതായാൽ നാളെ പ്രശ്നമായി എന്നുള്ളത് ലോകത്തിൻ്റെ നിയമം. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു വരുന്നത് ലോകത്തിൻ്റെ നിയമം. ഈ രാജ്യത്തെ എക്കോണമി മുഴുവൻ തകർന്നു നിൽക്കുക, ഒരു ജോലി കിട്ടാൻ സാധ്യത ഇല്ലെന്ന് പറയുന്നത് ലോകത്തിൻ്റെ നിയമം. ദർ ഇസ് എ ഹോപ്പ്. That is the hope of the world, that this will not happen, this is not going to work out, you will not get healed, there is an issue. All these things are the hope of the world. But you have another hope, which is in Christ, which is according to His plan, which is totally contrary to this situation. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ലോകം പറയുന്ന ഒരാശയുണ്ട്, ഒരു ഹോപ്പുണ്ട്. നിനക്ക് മക്കളുണ്ടാകില്ല, യു ആർ 90 years old, യുവർ വൈഫ് ഈസ് ഓൾസോ ഓൾഡ്, നോ ഹോപ്പ് ഫോർ എ ജനറേഷൻ.
But God has given him a word that I have already made you father of many nations. He took that hope. There are two hopes, but the choice was of Abraham's. ഇന്നിവിടെ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരോടും ഒരു ഡെഡ് എൻഡ് നിൽക്കുമ്പം ദ ചോയ്സ് ഇസ് അവേഴ്സ്. ഏത് വേണം? ദൈവം തരുന്ന ഹോപ്പ് എടുക്കണോ, ലോകം പറയുന്ന ഹോപ്പ് എടുക്കണോ? ഈ ചോയ്സിലാണ് നമ്മൾ പലരും വീഴുന്നത്. കാരണം ഈ രണ്ട് കാര്യങ്ങളും ദൈവം പറഞ്ഞത് നമുക്കറിയാം, ദൈവത്തിന് എന്ത് ചെയ്യണമെന്നുള്ളത് ദൈവം പറയുന്നത് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മൾ വിശ്വസിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ ഫെയിലാകും. എന്താണെന്ന് ചോദിച്ചാൽ ഈ ഹോപ്പ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങുമ്പോൾ, ഞാൻ അത് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ, ആശയ്ക്ക് വിരോധം കാണുന്ന സിറ്റുവേഷൻ അല്ല എൻ്റെ ദൈവം പറഞ്ഞത് തന്നെ സംഭവിക്കും എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ മുമ്പോട്ട് സ്റ്റെപ്പ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഡെഡ് എൻഡിനകത്തുനിന്ന് അവിടെയാണ് അറ്റ് ദാറ്റ് പോയിന്റ് യു വിൽ സീ ദ ലൈറ്റ് ഇൻ ദ എൻഡ് ഓഫ് ദ ടണൽ. നൗ യു സ്റ്റാർട്ട് യുവർ ജേർണി. ഹല്ലേലൂയ. ഇവിടെ വെച്ച് സിറ്റുവേഷൻ തീർന്നോ? ഇല്ല. ഈ ഫാക്റ്റ് നമ്മൾ വിശ്വസിച്ച് തുടങ്ങി. ഇതെല്ലാം പറഞ്ഞ് അതിൻ്റെ 19ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിക്കുമ്പം നമുക്കറിയാം അവൻ്റെ സിറ്റുവേഷൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. സി ദർ ആർ ടു സിറ്റുവേഷൻസ്. He is 100 years old and he is already dead in that sense. He cannot have a generation. It is the rule of the world. It is a universal law that he is 100 years old. He cannot have a generation. ആകുമെന്നാണോ? ഞാൻ 100 വയസ്സാകും അന്നേരം എനിക്ക് പറ്റുമെന്നല്ല. ഹി ഈസ് ഓൾറെഡി ദെയർ. ഹി ഈസ് ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ഹി ഈസ് ഇൻ ദാറ്റ് റിയാലിറ്റി. He has that fact right in front of him. ഒരു കാര്യം മാത്രമാണോ? നോ, ഹിസ് വൈഫ് ഈസ് ഓൾസോ ഇൻ ദ സെയിം സിറ്റുവേഷൻ. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ. ഒന്ന് മാത്രമല്ല, 2 സിറ്റുവേഷനും അഗൻസ്റ്റാണ്. എക്കണോമി മുഴുവൻ തകർന്നു ഇരിക്കുക, എൻ്റെ ബാങ്കിലൊരു പൈസയും ഇല്ല, എനിക്ക് ജോലിയില്ല. സിറ്റുവേഷൻ മുഴുവൻ എതിരാണോ? മൊത്തം തിരിഞ്ഞല്ലേ നിൽക്കുന്നത്. പക്ഷെ അവിടെ പോലും അടുത്ത വാക്യത്തിൽ അവിടെ തന്നെ പറയുന്നത് എന്താ? ഇതെല്ലാം ഗ്രഹിച്ചിട്ടും ഹി ന്യൂ എവറിത്തിങ്, ദീസ് ആർ ദ ഫാക്ട്. പക്ഷേ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ഇവിടെയാണ് നമ്മൾ വേറിയായി പോകുന്നത്. നമ്മൾ അവിടെ വരുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. എല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാം പറ്റാവുന്ന കാര്യമാണ്. ഈ സിറ്റുവേഷൻ്റെ ഗ്രാവിറ്റി കാണുമ്പം വി സ്റ്റാർട്ടഡ് സിങ്കിങ് ഡൗൺ. പതുക്കെ 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 നമ്മുടെ വിശ്വാസം താഴോട്ട് പോകാൻ തുടങ്ങും. അവിടെയാണ് കർത്താവ് പറയുന്നത്, ഇവിടെയാണ് നീ പിടിച്ചു കയറേണ്ടത്. ആ ലൈറ്റ് കണ്ടിടത്തോട്ട് ഇനി മുമ്പോട്ടുള്ള പോക്ക് മുഴുവൻ വിശ്വാസത്തെ ക്ഷീണിക്കാതിരിക്കുക, ടയേർഡാകാതിരിക്കുക. ഓരോ ദിവസവും ഇത് കത്തിക്കാനായിട്ടാണ് വാസ്തവത്തിൽ കൂട്ടായ്മയും പ്രാർത്ഥനയും ആ പോസിറ്റീവായിട്ട് കർത്താവിൻ്റെ വചനം പറഞ്ഞു തരുന്നവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ടും ഇത് മുഴുവൻ കിട്ടുമ്പോഴാണ് ഈ താഴോട്ട് പോകുന്ന നമ്മുടെ താഴെ കൊണ്ടുവന്നൊരു ലിഫ്റ്റ് വെക്കുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമ്മളെ പതുക്കെ 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 ഇത് മുകളിലോട്ട് പൊക്കുന്നു. ഹല്ലേലൂയ. ഒരു ലിഫ്റ്റിംഗ് ഫോഴ്സ് അവിടെ വെച്ചാണ് എനിക്ക് കിട്ടുന്നത്. ഏതാ? ഈ കൂട്ടായ്മയിൽ വചനം വായിക്കുമ്പോൾ കാര്യം ഞാൻ കേൾക്കുന്നതും കാണുന്നതും ഈ സിറ്റുവേഷനെ കവർ ചെയ്തുകൊണ്ട് എൻ്റെ കൂടെ കർത്താവിൻ്റെ വചനം കയറാൻ തുടങ്ങും. അവിടെ വരുമ്പോഴേ എൻ്റെ അകത്തെ മനുഷ്യനങ്ങോട്ട് ബലപ്പെടാൻ തുടങ്ങുന്നത്. ഈ വാക്കിൻ്റെ താഴോട്ട് വരുമ്പോൾ ദാണ്ട് വീണ്ടും അവിടെ വന്നിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ. ഇവിടെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സംശയം വരുന്നത്. അതിൻ്റെ ഇംഗ്ലീഷ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. ആൻഡ് നോട്ട് ബീയിങ് വീക്ക് ഇൻ ഫെയ്ത്ത് he did not consider his own body already dead. See, the body is already dead, but he did not consider it. See, when you are not considering the situation, or when you are not considering the gravity of the situation, you started taking the winning step. Did not considering the situation. ഒന്ന് വിളിച്ചു പറഞ്ഞേ, when I am right in front of the dead end, I will not consider that dead situation. I will not consider that it is a dead end. മൊത്തം അടഞ്ഞു നിൽക്കുന്നിടത്ത് ചെന്നിട്ട് അങ്ങനെ ചെയ്യുന്ന ധൈര്യം.
ഈ കൺസിഡർ എന്ന് പറയുന്ന വേർഡ് തന്നെ ഒന്നോർത്ത് കാര്യമാക്കുക എന്ന് പറയുന്നത് ഇത് വേർഡ് ജീസസ് ഡിഡ് ദ സെയിം തിങ് അല്ലേ? ബാല മരിച്ചുപോയി എന്ന് പറഞ്ഞ് യായിറോസിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എന്താ പറയുന്നത്? അവിടെ ഇരുന്ന് കരയുന്നവരുണ്ട്, ആരവാരക്കൂട്ടം ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം പറയുമ്പോഴും യേശു അകത്തോട്ട് കയറി ചെന്ന് എന്താ പറയുന്നത്? അവൾ മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ഇറ്റ് ഇസ് എ ഡെഡ് എൻഡ്, ഇറ്റ്സ് എ ഡെഡ് സിറ്റുവേഷൻ. ബട്ട് ഹൗ ഹീ ഫേസ്ഡ് ഇറ്റ്? ഹീ സെഡ് ഷീസ് ജസ്റ്റ് സ്ലീപ്പിംഗ്. അപ്പോൾ കൂടെ അവിടെ ഇരുന്നവരെല്ലാം പറഞ്ഞ എന്താണ്? ആൾ മരിച്ചകത്ത് കിടക്കുക. ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്നത്. പക്ഷേ ഇത് പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ അവൾ മരിച്ചിട്ട് ഇത്ര നേരമായി എന്നൊക്കെ ഈ നടന്നു പോകുന്ന യേശുവിനോട് പറഞ്ഞിട്ട് യേശു അവിടെ നിന്നോ എന്നാൽ പിന്നെ ശരിയായിരിക്കും, അകത്തോട്ട് പോയിട്ട് വലിയ കാര്യമില്ല. നമ്മളെല്ലാം അവിടെ ചെന്ന് നിൽക്കും അല്ലേ? എല്ലാവരും പറയുന്നുണ്ട് അവൾ മരിച്ചും കിടക്കുക, ഇനിയിപ്പോൾ അകത്തോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ? അവിടെ വേർഡ് ഓഫ് ഗോഡ് പറയുന്നത് എന്താ? ഹീ ഡിഡ് നോട്ട് കൺസിഡർ ഇറ്റ്. ഹീ ഡിഡ്ന്റ് കൺസിഡർ ദെയർ വേർഡ്സ്, ഹീ മൂവ്ഡ് ഫോർവേഡ്. ഹല്ലേലൂയ. കാര്യമാക്കാതെ, യേശു അത് കാര്യമാക്കാതെ, ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഞാൻ അത് കാര്യമാക്കാതെ, ആ സിറ്റുവേഷൻ ഡെഡ് എൻഡ് കാര്യമാക്കാതെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന രോഗം കാര്യമാക്കാതെ, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ കാര്യമാക്കാതെ ഞാൻ മുമ്പോട്ട് പോകും. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നടക്കത്തുള്ളൂ, എൻ്റെ മുമ്പിൽ എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, കാര്യമാക്കാതെ ഞാൻ മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. എൻ്റെ കുടുംബജീവിതത്തിൽ ഇന്ന ഇഷ്യൂസാണ് നിൽക്കുന്നത്. ബട്ട് ഐ ഡോണ്ട് കൺസിഡർ ദോസ് തിങ്സ്. ഐ വിൽ മൂവ് ഫോർവേഡ്. എൻ്റെ ജീവിതത്തിൽ ഇനി വരുന്ന എങ്ങനെയാണ് ഇനി നടക്കാൻ പോകുന്നത്, ഇതെങ്ങനെയാണ് നടക്കുന്നത്, 100 ചോദ്യങ്ങൾ, കിട്ടുന്ന ലോണ്, അത് ഇതെല്ലാം മുമ്പിൽ നിൽക്കുന്ന 100 സിറ്റുവേഷൻസാണ്. ബട്ട് ഐ വിൽ നോട്ട് കൺസിഡർ ദോസ് തിങ്സ്. ഐ വിൽ ജസ്റ്റ് ഗ്രാബ് ഓൺ ഹിസ് വേർഡ്. ഐ വിൽ ഹാങ് ഓൺ ഇറ്റ്. ഞാൻ അതിനകത്ത് പിടിച്ചിട്ട് മുമ്പോട്ട് പോകും. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, ഐ വിൽ മൂവ് ഫോർവേഡ്. യേശു പറഞ്ഞ വാക്കിനനുസരിച്ച് ഞാൻ മുമ്പോട്ടും. അവൻ വാഗ്ദത്തത്തിൽ ക്ഷീണിക്കാതെ, സംശയിച്ചില്ല, ഒരൊറ്റ സംശയവും വരാതെ. ആ വേർഡിനെ ഒന്നുകൂടെ വീണ്ടും ഞാൻ ഈ 2 ബൈബിൾ വായിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആകുന്നത്. എനിവേസ്, നോട്ട് ബീയിങ് വീക്ക് ഇൻ ഫെയ്ത്ത്, he did not consider his own body already dead, since he was about 100 years old, and the deadness of Sarah's womb. He did not waver at the promises of God. നമുക്കൊക്കെ അവിടെ വരുമ്പോൾ ഇത് രണ്ടും പ്രശ്നമാണ്. ഇപ്പം കർത്താവ് പറഞ്ഞത് എങ്ങനെ നടക്കും? നമ്മൾ ചോദ്യം ചോദിച്ച് തുടങ്ങത്തില്ലേ? സിറ്റുവേഷൻ മുഴുവൻ നമ്മുടെ മുമ്പിൽ കാണുന്നത് മുഴുവൻ നേരെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ വാഗ്ദത്തത്തിലോട്ടായിരിക്കുമോ നോക്കുന്നത്, അതോ സിറ്റുവേഷനിലോട്ടായിരിക്കും? ദ ടെൻഡൻസി ഈസ് ടു ലുക്ക് അറ്റ് ദ റിയൽ സിറ്റുവേഷൻ, ബിക്കോസ് വി ആർ ഇൻ ദ റിയൽ വേൾഡ്. But Holy Spirit says that you just come upon to the high place where you have been seated. Then look at the issue. പ്രശ്നത്തിൻ്റെ താഴെ നിന്ന് മുകളിലോട്ട് നോക്കാനല്ല നമ്മളോട് പറഞ്ഞത്, യേശുവിൻ്റെ കൂടെ മുകളിൽ നിന്നുകൊണ്ട് സിറ്റുവേഷനെ താഴോട്ട് നോക്കാനാണ്. ഹല്ലേലൂയ. കഴുകനെ പോലെ നിങ്ങൾ ഉയർന്നു പറക്കും. ഈ ഉയർച്ചയുടെ കാര്യം എല്ലാം പറഞ്ഞിരിക്കുന്ന കർത്താവ് ഇവിടെ പറയുന്നത്, യുവർ തിങ്കിങ് പാറ്റേൺ ഷുഡ് ബി ഇൻ എ വെരി ഹൈ പൊസിഷൻ, because you have been seated there. നമ്മളൊക്കെ മുകളിലാണ് ഇരുത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ താഴെ നോക്കാനാണ് നമുക്ക് ഇഷ്ടം. കർത്താവ് ഇതിൻ്റെ പാദപീഠത്തിൽ ഇരുന്നോളാം എന്ന് പറയാനല്ല ഇഷ്ടം പലപ്പോഴും. കർത്താവ് പറഞ്ഞ് പിടിച്ചിരുത്തിയിരിക്കുന്ന കൂടെ ഇനി നീ താഴെ വീണ്ടും കയറിയിരിക്കാൻ പോവാം. ഇരുത്തിയിരിക്കുന്ന എവിടെയാ? അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹിം. അവൻ്റെ വലതുഭാഗത്ത്, പിതാവിൻ്റെ പുത്രൻ്റെയൊക്കെ നടുക്ക് നല്ല സുഖമായിട്ടിരിക്കുക. അന്നേരം പറയാം, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, താഴെ ഇരുന്ന് മുകളിലോട്ട് നോക്കിക്കോളാം. ഹല്ലേലൂയ. പറഞ്ഞ എന്നെ ഇരുത്തിയിരിക്കുന്നത് മുകളിൽ. ഐ വിൽ ലുക്ക് ഇൻ ടു ദ ഇഷ്യൂ റൈറ്റ് ഫ്രം ദാറ്റ് പൊസിഷൻ, നോട്ട് ഫ്രം ബിലോ. വീണ്ടും താഴെ ഇരിക്കുമ്പോൾ കർത്താവ് പറയാം, എൻ്റെ പൊന്നു മോനെ കയറി ഇവിടെ ഒന്നിരുന്നേ, സിറ്റ് വിത്ത് മീ, ദിസ് ഈസ് യുവർ പ്ലേസ്. നമ്മുടെ ഇൻഫീരിയോറിറ്റി ഒരിക്കലും മാറുന്നില്ല. പിന്നെയും കർത്താവ് ഞാനിങ്ങനെ താഴെ ഇരുന്നോളാം, അടിയൻ പൊടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് എത്ര പാടുപെട്ട് എൻ്റെ രക്തം കൊടുത്ത് വാങ്ങിച്ച് സീറ്റ് വാങ്ങിച്ചു തന്നിരിക്കുക, വീണ്ടും പോയി താഴെ ഇരിക്കുക. ഹല്ലേലൂയ. You have been seated with him. Look to the issue down there. കാലിൻ്റെ താഴെ സകലതും, അവൻ തലയായിരിക്കുന്ന സഭയുടെ കാലിൻ്റെ താഴെ സകലതും വെച്ചിരിക്കുന്നത്. സിറ്റുവേഷൻ ഓരോന്നും വരുമ്പോഴും അബ്രഹാം നിന്ന പോലെ പറയണം, ഇതിനെ ഒന്നും കാര്യമാക്കാതെ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും. ഹല്ലേലൂയ. ഇത് രണ്ടും ചെയ്തിട്ട് പിന്നെ എന്താ ചെയ്യുന്നറിയാമോ? അബ്രഹാമിൻ്റെ അടുത്ത പരിപാടി എന്തായിരുന്നെന്ന് അറിയാമോ?
He was thanking God. Amen. He was saying that, yes, I know that you will do it. Thank you, Jesus. ഈ ഡെഡ് എൻഡിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ചെയ്യേണ്ടത് എന്താണ്? താങ്ക് ഹിം. Proclaim that this thing is over. Thank you, Jesus. Where are you? You are right in front of the issue. But still, you say, thank you, Jesus, that I have been passed through it. എരീഹോ കോട്ട ആദ്യമേ തന്നു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. I have been given this thing to you. But that fortress was still there. മുമ്പിൽ തന്നെ നിൽപ്പുണ്ടത്. പക്ഷെ അവിടെ നിൽക്കുമ്പോഴും പറയുക, തന്നു കഴിഞ്ഞു. അബ്രഹാമിന് യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ ദൈവം എന്താ പറഞ്ഞത്? I have been made you father of nations. I have decided. Jesus has decided to put you up. ജീവിതത്തിൽ ഉയർച്ച തന്നെ തരുമെന്ന് കർത്താവ് ഉറച്ചു കഴിഞ്ഞു. കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? Just say thank you, Jesus. Hallelujah. Hallelujah. പക്ഷേ ഈ താങ്ക്സ് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഒരു ദിവസം, 2 ദിവസം, പ്രശ്നം പിന്നെ നിൽക്കുക. 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് സ്ലൈഡിങ് ഡൗൺ തുടങ്ങും അല്ലേ? 2 ദിവസമൊക്കെ സമയം തന്നു. ഇനിയിപ്പം കർത്താവെ ഒരു ഗ്രേസ് പീരീഡ്, അത് കഴിയുമ്പോഴത്തേക്ക് ഗ്രാജുവലി വി സ്റ്റാർട്ടഡ് സ്ലൈഡിങ് ഡൗൺ. വരുമോ? എനിക്ക് വരും, പലപ്പോഴും വരും. കർത്താവ് ഇത് നടക്കുന്നില്ലല്ലോ, എന്താണ് സംഗതി? There you need persistence, endurance. Hallelujah. വേവർ ചെയ്യത്തില്ല. ഇത് പ്രാക്ടീസാണ് കേട്ടോ. നാളെ ഇവിടെ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നാളെ പിടിച്ചു നിർത്തിയിട്ട് പറയാം, 400 മീറ്റർ ഒറ്റയടിക്ക് ഓടണം. ഓടുവോ? നാളെ അല്ലെങ്കിൽ ഒരു 500 അര കിലോമീറ്റർ നിർത്താതെ നല്ല സ്പീഡിൽ ഓടിക്കുക. നല്ല എക്സസൈസ് അല്ലേ നമ്മളൊക്കെ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഫിറ്റായിട്ടായിരിക്കുന്നത്, എനിക്കറിയാം. 10 സ്റ്റെപ്പ് ഓടി കഴിയുമ്പോഴത്തേക്ക് മറ്റേ പഴയ ട്രെയിനിൻ്റെ എൻജിൻ്റെ സൗണ്ട് പോലെ തുടങ്ങും. ഇറ്റ്സ് എ ട്രെയിനിങ് ഫീൽഡ്. ഓരോ ദിവസവും കർത്താവ് നമ്മളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ സംശയിക്കാതെ വീണ്ടും വീണ്ടും വീണ്ടും. ഈ വചനം കേൾക്കുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? എൻഡ്യൂറൻസ് ലെവൽ കൂടിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ ചെറിയ ചെറിയ പ്രശ്നമൊക്കെ കഴിയുമ്പോൾ തകർന്നു പോയിക്കൊണ്ടിരുന്ന അനേകം ആൾക്കാർ ഇന്ന് എന്നെ കേട്ടോണ്ടിരിക്കുന്നത്. നൗ യു ആർ ഫേസിങ് ദോസ് ഇഷ്യൂസ് ബോൾഡ്ലി. ആം ഐ റൈറ്റ്? You are having a growth, a spiritual growth. Every day you are growing in Christ. You're developing your muscles. The faith muscle is getting developed. ഓരോ ദിവസവും ഇത് ഉപയോഗിക്കാതിരുന്നാലോ nothing will happen. You will remain as a child. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ ഒരു ഭാഗത്ത് പറയുന്നത്, sons of God, that you have been grown up today. You are bold enough to face the situation. How you can grow? You have to eat the word of God. You have to exercise the faith. It is exactly like a human being. Eat the word of God. It's the food. That is the nourishment. Your prayer, your connection with God Himself, your familiarity with Him, your thinking pattern, your way of talking to Him, that makes you stronger and stronger each day. ഹല്ലേലൂയ. ചെറിയ പ്രോബ്ലമൊക്കെ കണ്ട് പണ്ട് പേടിച്ച് നിന്നവർ ഇന്ന് നല്ല സുഖമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്, മൈ ജീസസ് മീ എന്ന് പറയാൻ തുടങ്ങി എത്ര പേരുണ്ടെന്ന്. ഹല്ലേലൂയ. ഇത് ഓരോ ദിവസവും കർത്താവ് വളർത്തിക്കൊണ്ടുവരും. ഓരോ ദിവസവും വളർന്ന് 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 കർത്താവിൽ സംശയമില്ലാത്ത പോലെ ഒരു നിൽക്കുന്നൊരു സമയമുണ്ട്. അവിടെ വരുമ്പോഴാണ് കർത്താവ് പറയുന്നത്, നൗ ഐ ആം പ്ലീസ്ഡ് അപ്പോൺ യു, നൗ ഐ നോ ദാറ്റ് യു ആർ മൈ ചൈൽഡ്. ഹല്ലേലൂയ. നമ്മുടെ മക്കളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓരോ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ഈ സാധാരണ രീതി ക്രെഡിറ്റ് അടിച്ച് എടുക്കാൻ ആണുങ്ങൾക്ക് നല്ല എടുക്കുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുഴുവൻ അമ്മയുടെ പ്രശ്നമെന്നും പറയും. മക്കളൊക്കെ നല്ല കാര്യങ്ങളും എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പറയാം, എൻ്റെ മോനല്ലേ എങ്ങനെ പോകാനാണ്. ഹല്ലേലൂയ. കർത്താവിന് അത് പറയാനാണ് ഇഷ്ടം. കർത്താവ് ഓരോ ദിവസവും നമ്മൾ സിറ്റുവേഷനെ ഫേസ് ചെയ്തിട്ട് കർത്താവിൻ്റെ ഉറപ്പിൽ ധൈര്യത്തിൽ എൻ്റെ കർത്താവിനെ കൈവിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് സിറ്റുവേഷനെതിരായിട്ട് നമ്മൾ നിൽക്കുമ്പം He is happy. He is rejoicing there. He says that this is my child. This is my son. This is my daughter. Hallelujah.
ഇന്ന് ബലം പ്രാപിക്കാൻ ഓരോരുത്തരോട് ആദ്യം ഈ ഡെഡ് എൻഡ് നിൽക്കുമ്പോൾ അബ്രഹാം ചെയ്തതുപോലെ ഇതിൻ്റെ അവസാനത്തെ ആ വാക്യത്തിൽ ഞാൻ അങ്ങോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം. അവൻ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് പൂർണ്ണമായിട്ടും ഉറച്ചു. ഹല്ലേലൂയ. And not being weak in faith, he did not consider his own body already dead, since he was about 100 years old, and the deadness of Sarah's womb. He did not waver at the promises of God, though he unbelieved, but was strengthened in faith, giving glory to God. Hallelujah. And next words, and being fully convinced that what he had promised, he was also able to perform. Thank you, Jesus. At 21 ഒന്ന് വായിച്ചു നോക്കി. And being fully convinced. ഈ കൺവിക്ഷനാണ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത്. We are doubting him. Can he do it? ഈ സിറ്റുവേഷനകത്ത് കർത്താവിന് ഈ എക്സ്റ്റെൻറ്റ് വരെ പറ്റാൻ പറ്റുമോ? When you are fully convinced about him, he will start his action. നമ്മുടെ സംശയമാണ് വാസ്തവത്തിൽ കർത്താവിനെ മുമ്പോട്ട് പോകാൻ ഉള്ള ഏറ്റവും വലിയ റോഡ് ബ്ലോക്ക്. കർത്താവ് ഞാൻ എങ്ങനെങ്കിലും ഈ അത്ഭുതം ഒന്ന് ചെയ്യാൻ നിൽക്കുക. ബട്ട് യുവർ ലാക്ക് ഓഫ് കൺവിക്ഷൻ ദാറ്റ് ഹിൻഡേഴ്സ് മീ. എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എനിക്ക് പ്രവർത്തിക്കണമെന്നുണ്ട്. പക്ഷെ നീ നിൻ്റെ ചിന്തയൊന്ന് വിശാലമാക്കി, ഒന്ന് സമ്മതിച്ചേന്നേ, ഒന്ന് വിശ്വസിച്ചേ. കർത്താവ് പറയുക, ഞാൻ അത് തുറന്ന് അതിനകത്തോട്ട് കയറാൻ ഞാൻ റെഡിയാണ്. ജസ്റ്റ് അലൗ മീ ടു എൻ്റർ ഇൻ ടു ഇറ്റ്. ഞാൻ നിങ്ങൾ ഇന്ന് വിശ്വാസത്തിൽ കർത്താവെ ഇറ്റ് ഈസ് യുവർ ടേൺ എന്നും പറയാമെങ്കിൽ കർത്താവ് ഈ സമയത്ത് ആക്ട് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ടേൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ടായി കുഴപ്പം. ക്യാൻ യു ജസ്റ്റ് ടെൽ ഹിം ദാറ്റ് നൗ ഇറ്റ്സ് യുവർ ടേൺ. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ കൈ പൊക്കി സറണ്ടർ ചെയ്തോ, ഹി വിൽ സ്റ്റാർട്ട് ഹിസ് ആക്ഷൻ. We all know that surrendering in a military world, when you surrender, that means it is end of your life. അല്ലേ? യുദ്ധത്തിലൊക്കെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ when an army, when they surrender, they just raise their hands and they say that we surrender. What's next? Either they will get executed or they will be in jail for the lifetime. Hallelujah. That is the end of the story. When in the world, when you surrender, that means you are done with everything. But when you surrender before Jesus, it is a starting of the eternal life. Totally contrary to the world. When you surrender before him, your life starts. When you surrender in this world, your life ends. Hallelujah. And if you surrender before him, your eternal life has been already started from that point onwards. Are you in eternal life? Even in this world, we are enjoying the taste of eternal life. That is why we got an advance, a down payment, which is Holy Spirit. He gave us a taste of heaven. When you are enjoying your life with Holy Spirit, you are tasting heaven. It is just a taste. It's a mere taste of heaven. Hallelujah. When you worship, when you are with him, when you are in total joy with Jesus, how much you enjoy it. Just consider that is the tip of the iceberg. It is just the taste. You are going to enjoy it in heaven. Amen. And here, the Word of God says that Holy Spirit is just a down payment. It is an advance. He helps you to enjoy this. Hallelujah. Situations may be totally against you, but just start practicing this. How Abraham faced it. Because when you say that, okay, just follow Jesus, in these situations you may take an excuse. You may say that, okay, he was God, he was having fellowship with Father and he did it. But to take away your excuse, here Paul says that look at Abraham in this time.
Don't take an excuse. He went through all the situations, but through his faith, through his knowledge about God, he became the father of many nations. So many of you may be facing that today, or you may be facing that tomorrow, or you might have faced it already. But just practice this way. He will take you to victory. There's no change for our Jesus. Hallelujah. Hallelujah. Thank you, Jesus. Hallelujah. Hallelujah. കണ്ണുകളടച്ച് ഒരു നിമിഷം കർത്താവിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, കർത്താവ് എനിക്കൊന്നറിയാം, Amen. സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ ഇനി സിറ്റുവേഷൻസ് ഉണ്ടാവും, Hallelujah. സ്തോത്രം. but I will not consider those. Your grace is sufficient. You are training me every day. You are making me fit in the fight. I'm ready, Jesus. I'm ready to go forward. If you are with me, I don't have any fear. And I'm so sure that He will be with you forever. He will be your fortress. He will be your refuge. You can run to Him. He is your shelter. There's no closed door in front of Him. There's no lack of access. Whenever you need Him, go boldly to Him and say, Jesus, I need you today. I need you in this situation. I need your help. And He will never hesitate to jump into the issue because He loves you so much. He shed the last drop of His blood for you. And that is more than enough for us. That is more than enough for us. Never ever consider that situation. Let the gravity be very, very high. Don't worry about those things. Tell that my Jesus is sufficient. My God is sufficient for me. He will enable me to go through all the situations. My Jesus is sufficient for me. His grace is sufficient for me. He will make me victorious. Whatever be the past, whatever be the present, whatever be the future, there's no change for Him. My Jesus is sufficient for me. Everyone declare it and say that my Jesus, He will never move away from me. He is enough. He is enough. More than enough for me. Oh, hallelujah. Radha Shakara Baba. Oh, Jesus. Hallelujah. He says a friend. ഒന്നും നോക്കാതെ കർത്താവെ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ലെന്ന് പറഞ്ഞു ഓടി അവൻ്റെ അടുക്ക ചെല്ലാവുന്ന ഭയന്ന് മാറി നിൽക്കാനല്ല യേശു പറഞ്ഞത്. ഓടി എൻ്റെ അടുക്ക വന്നേ മക്കളെ പോലെ എൻ്റെ സ്നേഹത്തിനകത്തോട്ട് ഓടി വന്നേ ആ തക്ക സമയത്തെ ആവശ്യത്തിന് എപ്പോഴാണ് ഒരു കൊച്ചു കുഞ്ഞ് ഓടിച്ചെല്ലുന്ന പോലെ ചെന്ന് അബ്ബ ഫാദർ ഐ cannot handle this. Oh hallelujah. Happily, joyfully he will jump into the situation. കർത്താവ് നോക്കിയിരിക്കുക ഒന്ന് ഇടപെടാൻ. എൻ്റെ നിങ്ങളുടെ പ്രശ്നത്തിൽ കർത്താവ് പറയാം നീ എന്നെ ഒന്ന് അനുവദിക്കൂ. ഇഫ് യു ക്യാൻ ജസ്റ്റ് പെർമിറ്റ് മീ ഫോർ എ സെക്കൻഡ് ഐ വിൽ ജമ്പ് ഇൻ ടു ദാറ്റ്. ഓ നമുക്ക് ആ ആക്സസ് കിട്ടിയതിനെ ഓർത്ത് ഓരോ നിമിഷം ഒരു ഭയവും ഇല്ലാതെ ഓടി സന്തോഷത്തോടെ ചെന്ന് അബ്ബാ ഫാദർ എന്ന് പറഞ്ഞിട്ട് ചാടി മടി കയറിയിരിക്കാൻ കർത്താവിൻ്റെ മാറി ചാരി ഇരുന്നുകൊണ്ട് സുഖമായിട്ട് അവിടെ കിടക്കാൻ. ഇന്ന് രാത്രിയിൽ ഉറങ്ങുമ്പോൾ ആ കൈക്കകത്തോട്ട് കയറി ഇരുന്നിട്ട് അതിനകത്തിരുന്നിട്ട് സുഖമായിട്ട് ഉറങ്ങാൻ. താങ്ക് യു ജീസസ്. നാളത്തെ സിറ്റുവേഷനും മറ്റന്നാളത്തെ സിറ്റുവേഷനും നെക്സ്റ്റ് മന്ത് വരുന്നത് അല്ലെങ്കിൽ ആഫ്റ്റർ എൻ ഇയർ വാട്ട് എവർ ബി ഐ വിൽ ബി ഇൻ ഹിസ് ഹാൻഡ്സ്. താങ്ക് യു ജീസസ്. കർത്താവെ നന്ദി പറയുന്നു. കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ കേട്ടത് ഓരോന്നും കർത്താവ് വചനത്തിനകത്തിരിക്കുന്ന ജീവൻ ഞങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. സകല മഹത്വത്താലും ഞങ്ങളെ നിറച്ച കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ ആർത്ത് വിളിച്ച് ഒരിക്കൽ കൂടെ മഹത്വപ്പെടുത്തി. ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ തന്നെ ഇരുന്നു സന്തോഷിച്ചു. ഓ താങ്ക് യു ജീസസ്. Hallelujah. I can feel His love. I can really feel His presence and His love. സന്തോഷം സ്നേഹം കർത്താവ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റും. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചുറ്റും അതുപോലെ തന്നെ ഒരുപോലെയാണ് നിൽക്കുന്നത്. ദർസ് നോ ചേഞ്ച് അറ്റ് ഓൾ. ബട്ട് ഇഫ് യു മെഷർ ടു എ ലാർജർ മെഷർ യു വിൽ ഗെറ്റ് അക്കോർഡിംഗ്ലി. താങ്ക് യു ജീസസ്. ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറീസ് ഈ ആഴ്ച ഈ വരുന്ന ആഴ്ചകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാം, ഷെയർ ചെയ്യാം. ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറി.
ആരുമില്ല എന്ന് തോന്നുന്നു. ഓക്കെ. സോ നമുക്ക് കർത്താവിൻ്റെ വേലയിലേക്ക് വിതയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. മനോജ് ബ്രദർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ നല്ലതാണ് ഓഫറിങ്സിന്. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. തന്നിരിക്കുന്ന സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ, തന്നിരിക്കുന്ന വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, നിന്റെ മകനിലൂടെ തന്ന വചനം ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഞങ്ങൾക്ക് അത് പ്രയോജനമായി തീരുന്നതായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ കർത്താവേ, നീയാ ഞങ്ങൾക്കുള്ള സമ്പത്ത്. ഹല്ലേലൂയ, തന്നിരിക്കുന്ന വരുമാന മാർഗങ്ങളെല്ലാം നീയാ തന്നിരിക്കുന്നത്. ഹല്ലേലൂയ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, വിശ്വസിക്കുന്ന നീ തന്നതാണെന്നുള്ളത് നന്ദി സൂചകമായി ഞങ്ങൾ അതിന്റെ ഒരു പങ്ക് ഞങ്ങൾ വിതയ്ക്കുന്നു കർത്താവേ. ഹല്ലേലൂയ, നിന്റെ വചനം പറഞ്ഞിരിക്കുന്ന പോലെ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ ഞങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും ഞങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു പറഞ്ഞിരുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. വിധയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ശൂന്യമായ കരങ്ങളുണ്ടെങ്കിൽ ഹല്ലേലൂയ ഞങ്ങളുടെ മനസാക്ഷിയെ നീ കാണുന്നുണ്ടല്ലോ. ഹല്ലേലൂയ, നിറച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളെ നിറച്ച് അനുഗ്രഹിക്കണമേ. വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സമ്പത്തിനെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? സോ നമുക്ക് സാക്ഷ്യങ്ങൾ കേൾക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പ്രാർത്ഥനാ വിഷയം ഞാൻ ഈ സാക്ഷ്യങ്ങൾ കേട്ടിട്ടാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാരണം ആദ്യം സാക്ഷ്യം കേൾക്കുമ്പോൾ അനേകം പ്രാർത്ഥനാ വിഷയങ്ങൾ വാനിഷ്ഡ് ആവും. നമ്മൾ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പിന്നെ സാക്ഷ്യം കേൾക്കുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ആദ്യം സാക്ഷ്യം കേൾക്കുമ്പോൾ തന്നെ കുറേ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് അന്നേരം തന്നെ അവിടെ വെച്ച് അതിൻ്റെ റിസൾട്ട് വരും, അതിൻ്റെ ഡെലിവറൻസ് നടക്കും. താങ്ക് യു ജീസസ്. ഇന്ന് ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞ ഒരു 3-4 പ്രാർത്ഥനാ വിഷയങ്ങളെങ്കിലും ഇവാപ്പറേറ്റ് ചെയ്തു പോകും. കഴിഞ്ഞ ദിവസം വചനം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഓർക്കുന്ന പരിശുദ്ധാത്മാവ് പെട്ടെന്നൊരു വാക്ക് പറഞ്ഞു. വചനം വിതയ്ക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കും എന്ന് കർത്താവ് സംസാരിച്ചു. അപ്പോൾ തന്നെ അവിടെ സൗഖ്യം നടന്നത് ഒന്ന് ഷെയർ ചെയ്താൽ നല്ലതാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്യുക. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഷെയർ ചെയ്യാനായിട്ട് സിസ്റ്റർ തുടങ്ങിയാണ്. പക്ഷേ മോളാ സമ്മതിക്കുക. ശരിക്കും ഞാനത് ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുക. ഈ നമ്മൾ സാക്ഷ്യങ്ങൾ ശരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ എന്നോട് പറയണം, അതിന് ശേഷമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. നേരത്തെ എന്നോട് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ കർത്താവ് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ, ലൈവായിട്ട് അന്നേരം തന്നെ നടക്കുന്ന സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ സാക്ഷ്യങ്ങളുടെ സമയത്ത് പറയാം. ഇപ്പോൾ നടന്നതാണ്, അല്ലെങ്കിൽ ഈ സാക്ഷ്യങ്ങൾ നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നതാണെങ്കിൽ അവിടെ വെച്ച് ഷെയർ ചെയ്യാം. അല്ലാത്തതാണെങ്കിൽ നേരത്തെ എന്നോടൊന്ന് പറഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വീക്ക് നമുക്ക് ഷെയർ ചെയ്യായിരിക്കും. പക്ഷേ ഇതിപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട്, കഴിഞ്ഞ ആഴ്ച നമ്മുടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെ സാക്ഷ്യമാണ്. ഷെയർ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. കഴിഞ്ഞ ശനിയാഴ്ച ഇതുപോലെ ഉച്ചയായപ്പോഴേക്കും എനിക്ക് ജസ്റ്റ് ഒരു ശ്വാസമുട്ട് പോലെ അനുഭവപ്പെട്ടു. കാരണം എനിക്ക് കൊറോണ ആയിരുന്നു, അതിൽ നിന്നെല്ലാം ഓവർകം ചെയ്തു വന്നു. ഇത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ആയിരുന്നു. അതിങ്ങനെ എനിക്ക് ഇടയ്ക്ക് ടക്കിക്കാടിക്കും ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചയായപ്പോഴേക്കും എനിക്കത് ഭയങ്കരമായിട്ട് എന്തുവെന്ന് പറയുന്നത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വന്നു. കുറെ ഇത് എന്തുവെന്ന് പറയുന്നത് കുറച്ചേരം മാറിയൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് പ്രയറിന് ഇരിക്കുന്നതിന് മുന്നേ ഞാൻ പോയി ഓക്സിജനും ഹാർട്ട് റേറ്റ് ഒക്കെ നോക്കിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ഞാൻ എമിലിയുടെ അടുത്ത് പറയുകയും ചെയ്ത്, മോളെ നമുക്ക് പ്രാർത്ഥന സംവിഷയമായിട്ട് ഇത് പറയണം, അമ്മയ്ക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. എനിവേ ആരാധിച്ചു തുടങ്ങി. ആരാധനയിലും എനിക്ക് എന്തുവെന്ന് പറയുന്നത് സ്റ്റാൻലി ബ്രദറും എല്ലാം പ്രാർത്ഥിച്ച് സാക്ഷ്യങ്ങളെല്ലാം അവിടെ പറയുമ്പോഴും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു, കർത്താവ് എനിക്കും സൗഖ്യം തരണം, എനിക്കും ഒരു സാക്ഷ്യം വേണം എന്നിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ജെബി ബ്രദർ വന്ന് വചനം ഇങ്ങനെ പറഞ്ഞത്. വചനത്തിന് മുന്നേ തന്നെ സാക്ഷ്യങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞാനത് വിശ്വാസത്തോടെ ഏറ്റെടുത്തു. ഉടനെ തന്നെ എന്റെ എന്തുവെന്ന് പറയുന്നത് പെട്ടെന്ന് ചെസ്റ്റിൽ നിന്ന് അതുകൊണ്ട് പോകുന്ന പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി. അതുപോലെ തന്നെ എന്റെ എന്തുവെന്ന് പറയുന്നത് ശ്വാസം എടുക്കാനായിട്ട് പിന്നെ എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അപ്പൊ തന്നെ ദൈവം എന്നെ സൗഖ്യപ്പെടുത്തി. എല്ലാ മഹത്വവും ദൈവത്തിന്.
ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിൽ നിന്നും വിടുവിക്കാൻ അവൻ മതിയായവനാണ്. താങ്ക് യു ജീസസ്. ഗ്രിഡിലേക്കൊന്ന് വിട്ടാൽ നല്ല. എനിക്കെല്ലാം സോ വേറെ ആരെങ്കിലും എന്നോടൊന്ന് ഷെയർ ചെയ്യാൻ സീമ സിസ്റ്ററിൻ്റെ സാക്ഷ്യമുണ്ട്. അല്പം സമയമെടുത്ത് തന്നെ പറയേണ്ടതാണ്. അതിനും വേറെ ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നോ സാക്ഷ്യം പറയാൻ? ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ. സീമ സിസ്റ്റർ സമയമെടുത്ത് പറയാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, കർത്താവ് നടത്തുന്ന അത്ഭുത വഴികളെ നമ്മൾ ഇമാജിൻ ചെയ്യുന്ന രീതിയിലൊന്നും ആയിരിക്കില്ല. കർത്താവ് ചെയ്യുന്നത് അവൻ്റെ മഹത്വത്തിനനുസരിച്ച്, കർത്താവിൻ്റെ വഴിക്ക്, കർത്താവിൻ്റെ ചിന്തയ്ക്കനുസരിച്ച്. ഇനി സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കർത്താവ് എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും കർത്താവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും. സീമ സിസ്റ്റർ സമയം എടുത്ത് പറയാൻ കുഴപ്പമൊന്നുമില്ല. പ്രൈസ് ലോർഡ്. കേൾക്കാവോ എല്ലാവർക്കും? കേൾക്കാന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ എല്ലാ മഹത്വം എൻ്റെ അപ്പനെ സ്തുതിക്കുകയാണ് ഞാൻ. എൻ്റെ എല്ലാ നേട്ടങ്ങളും ലോകം തന്ന മുകുടങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും അർപ്പിക്കുന്നേശുവേ തൃപ്പാദേ ഞാൻ. അത്യന്ത ശക്തി എന്നിൽ പകർന്നവനെ എന്റേതെന്നു ഒന്നുമില്ലായേ പുകഴുവാനൊന്നുമില്ലായേ സർവവല്ലഭൻ യേശുവേ. എല്ലാ മഹത്വം എൻ്റെ അപ്പന്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ കേട്ട വചനം ബ്രദർ പറഞ്ഞത് ഹൗ ടു ഡീൽ വിത്ത് ദ ഡെഡ് എൻഡ്. കഴിഞ്ഞ ആഴ്ച വേറെ ടൈറ്റിൽ പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു ദാറ്റ് വിൽ ബി മൈ ടെസ്റ്റിമണി എന്ന് പറഞ്ഞു ഈ ആഴ്ച. പിന്നെ വേറെ എനിക്ക് അത് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. സോ ഞാൻ കുറച്ച് ബാക്കിലോട്ട് പോയി തുടങ്ങുവാണ്. 2019 മെയ്യില് ഞാൻ നോവാ പാക്കിൽ ക്വാളിറ്റി അഷുറൻസ് മാനേജറായിട്ട് ജോയിൻ ചെയ്തല്ല, എന്നെ ട്രാൻസ്ഫർ ചെയ്തു അവിടെ അവർക്ക് ക്വാളിറ്റി സിസ്റ്റം ചെയ്യാൻ. ഞാൻ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുന്ന വചനത്തിൽ നിൽക്കും, എപ്പോഴും എത്തിക്സും കാര്യങ്ങളുമായിട്ട് ചെയ്യുന്നത് പേഷ്യൻസ് എടുക്കുന്ന മെഡിസിൻ ആയിട്ട് എനിക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഞാൻ അതിലൂടെ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ എനിക്ക് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നി, നേരത്തെ ബ്രദർ പറഞ്ഞ കണക്ക് നമ്മള് മൊയിലിന് ക്യാരറ്റിലോട്ട് എത്തിക്കുന്ന കണക്ക് എനിക്ക് തോന്നി അതൊരു ശരിയാവുന്നില്ല. അപ്പൊ ഞാനൊരു മെയ്സിനകത്തോട്ട് കയറി എന്റെ അടുത്ത വഴി കണ്ടുപിടിക്കാനായിട്ട് നോക്കി തുടങ്ങി. 2019 onwards I'm looking for another ജോബ് നോക്കാന്ന് പറഞ്ഞാൽ ഒരെണ്ണം കിട്ടി, ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ മുന്നോട്ട് കോവിഡിന്റെ പ്രശ്നങ്ങളാവുന്നു, പല കാര്യങ്ങളില് ജോലിയില് എനിക്കറിയില്ല എന്തുകൊണ്ട് അപ്പൻ എന്നെ നോവാപ്പാക്കിക്കൊണ്ടിരുത്തിന്ന് പലവട്ടം ഞാൻ ചോദിച്ചു. എനിക്ക് സങ്കടങ്ങൾ വന്നു. 2020 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വചനം എല്ലാം ഏറ്റെടുക്കും, ഞാൻ എല്ലാ ജോലിയിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് മിനിറ്റ് അറ്റു ഓഫർ വരെ എത്തുമ്പോ ഏതൊരു ഹോൾഡിങ് ഓർ ക്യാൻസലിംഗ് ദി പൊസിഷൻ അങ്ങനെയൊക്കെ വരുന്നു. അപ്പൊ ഞാൻ ചോദിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് എങ്ങനെ എനിക്ക് ആൻസർ ഇല്ല. പക്ഷെ എനിക്ക് എന്നാ എന്റെ വർക്കിനകത്ത് എന്നെ അഫക്ട് ചെയ്യുന്നില്ല, പക്ഷെ വേറൊരു രീതിയിൽ എന്നെ ഒരുപാട് സ്പിരിച്വലി എന്നെ അഫക്ട് ചെയ്യാൻ തുടങ്ങി. എന്റെ സ്ട്രെസ് ലെവലൊക്കെ ഹൈ ആവാൻ തുടങ്ങി. അപ്പൊ ഞാൻ നവംബറൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ഓൾമോസ്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഹെൽത്ത് കാനഡ ഓഡിറ്റിന് മുമ്പ് ഇവിടെ ഇട്ടിട്ട് ഓടണം എന്ന് വെച്ചു. അതും നടന്നില്ല, അവിടെ പിടിച്ചു നിർത്തി. അപ്പൊ ഞാൻ വിചാരിച്ചു ഹെൽത്ത് കാനഡ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ നിർത്തി. ഞാൻ അതിന്റെ ടെസ്റ്റ് മണിയും പറഞ്ഞു ഹെൽത്ത് കാനഡയുടെ. December 23 ആയപ്പോഴത്തേക്ക് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. December 23 ഐ റിമെമ്പർ. ആ ഡേയില് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ലാപ്ടോപ്പ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഞാൻ വന്നു പറഞ്ഞു ഐ എം ഗോയിങ് ടു റിസൈൻ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് പിന്നെയും വെച്ചാൽ നമുക്ക് ലൈഫ് കണ്ടിന്യൂ ചെയ്യണം, അടുത്ത ജോലി കിട്ടാതെ റിസൈൻ ചെയ്യാൻ പറ്റത്തില്ല, എന്തായാലും നമുക്കൊരു ജോലി ഉണ്ടെങ്കിലേ പറ്റും. ഇത് എത്രയും നാളായിട്ട് ഞാൻ നോക്കുന്നു. നമ്മുടെ ന്യൂ ഇയറിന്റെ ആരാധന സമയം ഞാൻ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ അപ്പയോട് പറഞ്ഞു, എൻ്റെ അപ്പനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എനിക്ക് അപ്പൻ മതി,
എനിക്ക് മുന്നോട്ടുള്ള വഴി അങ്ങയുടെ കൈ പിടിച്ച് ഈ കേൾക്കുന്ന സൂപ്പർ നാച്ചുറൽസ് എനിക്ക് എൻകൗണ്ടർ ഫീൽ ചെയ്യണം. ആൻഡ് ആ വഴി കൂടെ എനിക്ക് മുന്നോട്ട് നടക്കണം. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് നൊവാ പാക്ക് വേണ്ട, വേറെ ഒന്നും വേണ്ട, എനിക്കിത് മതി. മുന്നോട്ട് നടക്കാന്ന് പറഞ്ഞിട്ട് പിടിക്കുന്തോറും എനിക്കെതിരെയുള്ള പ്രഷറും പ്രശ്നങ്ങളും മുറുകി മുറുകി വരുവാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് ടു നെഗറ്റീവ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പറയത്തില്ല, ഉള്ളില് വെക്കും. ഞാൻ കർത്താവിനോട് ഇരുന്ന് പറയും. ആരാധിക്കുന്നതിനകത്ത് പോലും എന്നെ അഫക്ട് ചെയ്യാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങളിൽ എന്നെ അഫക്ട് ചെയ്യാൻ. ഞാൻ ഇവിടെ വന്നിട്ട് സാറ്റർഡേ എങ്ങനെ മനസ്സ് വിട്ട് ആരാധിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും എനിക്ക് കർത്താവിനോട് അങ്ങ് ചേരണമെന്നുള്ളൊരു ഫീലിംഗിൽ അങ്ങ് പോവായിരുന്നു. അങ്ങനെ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ഒക്കെ ആയപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ രൂക്ഷമായി. പക്ഷെ എനിക്ക് രൂക്ഷമായി തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഞാൻ ആകെ ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്കില് ഒരു 2 ജോലിയുടെ ഫെബ്രുവരി 5th ഈസ് ഫ്രൈഡേ. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ദിസ് ഇയറിന്റെ കംപ്ലീറ്റ് പ്ലാൻ, പ്രപ്പോസൽ പ്ലാൻസും എല്ലാം കൂടെ ഉള്ള ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഇറ്റ് ഡിഡ്ന്റ് ഗോ വെൽ. എനിക്ക് ഈ വർഷം അവര് ആഗ്രഹിക്കുന്നത് എന്നെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണ്. എനിക്ക് എന്റെ എത്തിക്സിന് പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അപ്പം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അവർക്ക് ഇമെയിൽ ചെയ്തു, ഞാൻ ടേക്കിംഗ് എ ഡേ ഓഫ് ഫ്രൈഡേ ആഫ്റ്റർ 10 വരെയായിരുന്നു മീറ്റിംഗ്. മൺഡേ ഓൾസോ ടേക്കിംഗ് എ ഡേ ഓഫ് എന്ന് പറഞ്ഞാൽ അടച്ചു വെച്ചിട്ട് ഞാൻ കട്ടിലേ വന്നിരുന്ന് കരഞ്ഞിട്ട് ഞാൻ റിസൈൻ ചെയ്യുവാന്ന് പറഞ്ഞു. ഇപ്പൊ വീട്ടില് ബിനു ഉണ്ട്, നന്ദു ഉണ്ട്, ഉണ്ണിയുണ്ട്. അപ്പൊ ഞാൻ കരച്ചില് കാരണം ഇവര് എല്ലാരും വന്നു. ബിനു എന്നോട് പ്രത്യേകം പറഞ്ഞു, ജോലി കിട്ടിയിട്ടല്ല റിസൈൻ ചെയ്താൽ നീ ചാടിക്കേറി തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ വായിൽ അന്നേരം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ USA റിസൈൻ ചെയ്തു കാനഡയിലോട്ട് വരുമ്പോ ഞാൻ ബിനുവിനോട് പറഞ്ഞു, ഇതേ ചോദ്യം എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്നോട് പറഞ്ഞു, യേശു എനിക്കുണ്ടെന്ന് പറഞ്ഞു. ആ യേശു ഇന്ന് എന്റെ അപ്പനാണ്. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യുവാണ്. എനിക്ക് ഈ കുരുക്കളെല്ലാം അഴിച്ചെറിയണം. എനിക്ക് അപ്പന്റെ കൂടെ ഫ്രീ ആയിട്ടിരിക്കണം. എനിക്ക് ആരാധിക്കണം. എന്റെ അപ്പൻ വാതിൽ ഓർക്കും. അപ്പന്റെ മഹത്വത്തിന്റെ ധനത്തിന് ഒത്തവണ്ണം എനിക്ക് തരും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മൺഡേ ഐ എം സബ്മിറ്റിംഗ് മൈ റെസിഗ്നേഷൻ 26 ബിക്കോസ് എന്റെ കോൺട്രാക്ട് അനുസരിച്ച് ഐ ഹാവ് ടു ഗിവ് 3 weeks. 26 ഇസ് മൈ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞു. അപ്പത്തേക്ക് അത്രയും തീരുമാനം ആയപ്പോഴത്തേക്ക് വിനോനെ നീ എന്താ ചെയ്യുന്ന പറഞ്ഞു. അന്ന് സമാധാനം കിട്ടി. രാത്രി കിടന്നങ്ങ് ഉറങ്ങി. അത്രയും ദിവസം ഇല്ലാത്തൊരു ഉറക്കം അങ്ങ് ഉറങ്ങി. പിറ്റേന്ന് ഇന്നർ ചേംബറിലേക്ക് വന്നപ്പോഴത്തേക്ക് തങ്കുവേറ് പറഞ്ഞു, ഭയപ്പെടണ്ട, നിങ്ങൾ സ്വാതന്ത്ര്യമാകാം, മുന്നോട്ട് ഇറങ്ങുക. ഒരു അറ്റസ്റ്റേഷൻ. എന്നുവെച്ചാൽ രാവിലെ ഇന്നർ ചേംബറിന് മുമ്പേ ഞാൻ പറഞ്ഞു, കർത്താവെ സംസാരിക്കണം, ഞാൻ ഇമോഷണലി എടുക്കുന്നതാണ്. ഈ ലോകത്ത് നമ്മൾ പറയുമല്ലോ പല കാര്യങ്ങൾ ചാടി വീണെടുക്കും, സംസാരിക്കണം. സാറ്റർഡേ അറ്റസ്റ്റേഷൻ കിട്ടി. ഞാൻ സാറ്റർഡേ ഇന്നർ ചേംബർ കഴിഞ്ഞ് വന്ന് എനിക്ക് തങ്കുബേർ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് അടുത്ത പറയേണ്ടത് ജയ്ബേർ കൊടുത്താം. ഞാൻ എന്റെ റെസിഗ്നേഷൻ ടൈപ്പ് ചെയ്തിട്ട് ജയ്ബേറെ വിളിച്ചോനും പേരെ ഞാൻ റിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്റെ അപ്പൻ എനിക്ക് വാതിൽ തുറക്കും. US വന്നപ്പോ എങ്ങനെയായിരുന്നു, എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ്. ബ്രദർ പറഞ്ഞു, സിസ്റ്ററെ 3 ആഴ്ചക്കകത്ത് വാതിൽ തുറന്നിരിക്കും. ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ തീരുമാനം ഉറപ്പിച്ചു. എന്നിട്ടും സൺഡേ വീണ്ടും ഞാൻ ഇന്ന ചേംബറിൽ വന്നിരുന്നു. അപ്പൊ പറഞ്ഞു, മുന്നോട്ട് കാലെടുത്ത് വെക്ക്, നീ സ്വതന്ത്രയാവും. തങ്കുബേർ പറയുവാണ്. ഈ ദിവസങ്ങളില് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ ആദ്യമൊക്കെ 2020 എല്ലാരും ഈ സൂപ്പർ നാച്ചുറൽസ് ഒക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാനും വചനം ഏറ്റെടുക്കണമല്ലോ, എന്തുകൊണ്ട് പറ്റണില്ല. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഓരോ ദിവസവും ഇതായി. സൺഡേ ഇങ്ങനെ കഴിഞ്ഞു. മൺഡേ രാവിലെ ഞാൻ ഇന്നർ ചേംബർ വീണ്ടും ഒരു അറ്റസ്റ്റേഷനോടെ മേടിച്ചിട്ട് റെസിഗ്നേഷൻ പോസ്റ്റ് ചെയ്തു. റെസിഗ്നേഷൻ പോസ്റ്റ് ചെയ്തിട്ട് അവര് എന്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആക്കിയത് ആ മൺഡേ ആക്കിയിട്ട് അവർക്ക് പെയ്ഡ് ഓഫായിട്ട് 26 വരെ ഉണ്ടായിരുന്നു. അപ്പം നമ്മള് അറിയില്ല, വലിയ ഫ്രൈഡേ കാണിച്ചെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വലിയ ധൈര്യമുള്ള മോളാണ്. അങ്ങനെ കാണിച്ച് ഡിസിഷൻ എടുത്തു മുന്നോട്ട്. നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് മോർഗേജ്, കാറിന്റെ പേ, ഇൻഷുറൻസ്, ക്രെഡിറ്റ് കാർഡ്. അതിൽ നോക്കാതെ വചനം. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും. അപ്പം ആ സമയത്ത് എന്നോട് കർത്താവ് എനിക്ക് ആവർത്തന പുസ്തകത്തില് 6ാം അധ്യായത്തില് കാണിച്ചു തന്നിട്ട് പറഞ്ഞു, നീ പണിയാത്ത നഗരങ്ങളും നീ നിറയ്ക്കാത്ത സമ്പത്തുള്ള വീടും നീ നടാത്ത തോട്ടവും. ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഞാൻ പഠിക്കാത്തതാണ്. ഫാർമസ്യൂട്ടിക്കൽ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ബോട്ടണി MSc MPhil എടുത്ത ഒരാളാണ്. ഞാൻ ഇന്ന് ഫാർമസ്യൂട്ടിക്കലിൽ നിൽക്കുന്ന പഠിപ്പിക്കുന്നു. ഇവിടെ നിന്നെ ആക്കാമെങ്കിൽ എനിക്ക് മുന്നോട്ട് നിന്നെ കൊണ്ടുപോകാൻ അറിയാം. ആ വചനത്തിൽ ഞാൻ പിടിച്ചു. പിന്നെ വചനത്തിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അപ്പത്തേക്കാണ് എന്റെ ഉള്ളില് കർത്താവ് തങ്കുബേർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ വർഷം എൻലാർജ്മെന്റ്. അപ്പൊ എൻലാർജ്മെന്റ് എന്നും പറയണം എന്ന് തങ്കുബേർ പറഞ്ഞു. ഞാൻ എന്നും ആ വചനം വായിക്കും.
ആ കൂടാരത്തിന്റെ സ്ഥലത്തെ ഞാൻ വിശാലമാക്കും എന്നുള്ളത് തന്നെയായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. എങ്ങനെയാ വിശാലമാക്കണേന്ന് എനിക്കറിയില്ല. രണ്ടാമത് ജനുവരിയിൽ പറഞ്ഞിരിക്കുന്നത് ഇരട്ടിമാനം. ജനുവരി കഴിഞ്ഞു, എനിക്ക് ഇരട്ടിമാനം ഒന്നും ഉണ്ടായില്ല. ഫെബ്രുവരിയിൽ പറഞ്ഞിരിക്കുന്നത് നീ മുമ്പുള്ളവയെ നിരൂപിക്കേണ്ട, പണ്ടുള്ളവയെ മറക്കുക, കർത്താവ് പുതിയതൊന്ന് ചെയ്യും എന്ന് പറഞ്ഞ ഞാൻ തിരുത്തി. ഞാൻ പറഞ്ഞു എന്റെ അപ്പൻ എനിക്ക് പുതിയതൊന്ന് ചെയ്തിരിക്കുന്നു, അത് ഉത്ഭവിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറയാൻ തുടങ്ങി. കാര്യം ഞാൻ നിൽക്കുന്ന സ്റ്റേജ് 3 വീക്സിനകത്ത് എനിക്കൊരു ജോലിയാണ്. അപ്പനാണ് 3 വീക്സിനകത്ത് ജോലി ഉണ്ടാക്കേണ്ടത്, ഞാനല്ല ഉണ്ടാക്കേണ്ടത്. ഐ ഓൺലി അപ്ലൈ 2 പൊസിഷൻ. ഇത്രയും നാൾ ഈ വർഷത്തോളം 25-30 ജോലി ഞാൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തത് 2 പൊസിഷനിൽ എൻ്റെ അപ്പൻ 3 ആഴ്ച കൊണ്ട് എനിക്ക് ജോലി ഉണ്ടാക്കണം. തേഴ്സ്ഡേ അപ്പം മൺഡേ റെസിഗ്നേഷൻ കൊടുത്തു. മൺഡേ ഈവനിങ് ആയപ്പോഴത്തേക്ക് എനിക്ക് 2 ഇമെയിൽ ഈ 2 പൊസിഷനിൽ നിന്നും ഇന്റർവ്യൂ വന്നു. ഒന്ന് മോൺട്രിയലിലെ പൊസിഷൻ ആൻഡ് അനദർ വൺ അവർക്ക് ഒരു വിൻസറിൽ ഒരു ന്യൂ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഞാൻ ഇങ്ങനെ പറയാം, എന്നിട്ട് ലാസ്റ്റിൽ പൊസിഷൻ പറയാം. മോൺട്രിയൽ R&D QA മാനേജർ പൊസിഷനാണ്. അങ്ങനെ ഞാനത് എടുത്തു. ഇപ്പൊ ട്യൂസ്ഡേ രാവിലെ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രസിഡന്റ് ആണ് എന്നെ വിളിക്കുന്നത്. 9 AM പുള്ളിക്കും ഇന്റർവ്യൂ വേണം. അപ്പം മൺഡേ ഞാൻ റെസിഗ്നേഷൻ കൊടുത്തിട്ടിരിക്കുന്ന ടെൻഷൻ ഇല്ല, ഉറക്കമാണ്. എനിക്ക് ഭയങ്കര ഉറക്കമായിരുന്നു. അപ്പം രാവിലെ പ്രസിഡന്റോട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആ പൊസിഷനെ കുറിച്ച് ഞാൻ വായിച്ചിട്ട് പോലുമില്ല, ജസ്റ്റ് ആ ഒരു ആവേശത്തിൽ കൊടുത്താണ്. 2 ഓപ്പൺ പൊസിഷൻ, 2 അപ്ലൈ ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്കൊരു വചനം തന്നു, പുറപ്പാട് പുസ്തകത്തിലെ 4:12. നിന്റെ വായോട് കൂടെ ഞാൻ ഇരുന്ന് പറയും, ഉപദേശിതർ നീ അത് സംസാരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി അപ്പന്റെ ജോലിയാണ് പറഞ്ഞു തരേണ്ടത്, എന്റെ ജോലിയല്ല. രാവിലെ പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇതൊരു ഇൻട്രോഡക്ടറി സെക്ഷൻ ആണ്. എന്നിട്ട് എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ല. ഹി സ്റ്റാർട്ട് സ്പീക്കിംഗ് ഓൺ തിങ്സ്. അപ്പൊ ഞാൻ അതെല്ലാം കേട്ടു, എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കഴിഞ്ഞു. പുള്ളി പറഞ്ഞു പിന്നെ 2 ആഴ്ചക്കകത്ത് കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാനത് ഇന്റർവ്യൂ അല്ലല്ലോ, ഒരു ഇൻട്രോഡക്ടറി സെക്ഷൻ എന്നല്ലേ പറഞ്ഞേ. മറ്റവർ ഇന്റർവ്യൂ ചെയ്തു, ഒരു പാനൽ ഓഫ് 14 പീപ്പിൾ ഇന്റർവ്യൂ ചെയ്ത്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അവരും 2 ആഴ്ചക്കകത്ത് പറയാം. അപ്പം ഞാൻ പറഞ്ഞു എന്റെ അപ്പൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം പറഞ്ഞേക്കുന്ന വാലല്ല തലയാകും. ഇതുവരെ കർത്താവ് ഇടപെടുന്ന, ഇതുവരെ തിരിഞ്ഞു നോക്കുന്ന പറയുന്നത്. അതായത് ഞാൻ ഒന്നും ഇല്ലാത്തടത്തുനിന്ന് ഒരു R&D കെമിസ്റ്റ് ആയിട്ട് ഫാർമയിൽ കയറിയിട്ടുണ്ട് എന്നെ ഇതുവരെ എത്തിച്ചത്. എന്നെ എന്തിനാ ഇതൊക്കെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയില്ല, എന്തിനാ എന്നെ ഇവിടം വരെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല, അപ്പൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഒരേ ഒരു കാര്യമുള്ളൂ, വാക്ക് പറഞ്ഞ വിശ്വസ്തൻ. എന്റെ മനസ്സിൽ എപ്പോ തെറ്റുമ്പോഴും നമ്മൾ മനുഷ്യരാണ്. ഞാൻ എപ്പോഴും അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ എന്നുള്ള വാക്ക് പറഞ്ഞിട്ട് ഞാൻ പറയാം അപ്പാ എന്ന് പറയുമ്പോൾ വചനം വായിൽ വരും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ അത്രയും എനിക്കറിയാം, എനിക്ക് പിടിച്ചു നിൽക്കാൻ പാടാ. അപ്പൊ നമ്മൾക്ക് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിനകത്ത് ഞാൻ ഒറ്റ, എല്ലാവരും വർക്ക് ചെയ്യണു, ഞാൻ ഇതുവരെ വർക്ക് ചെയ്യാതെ ഇരുന്നിട്ടില്ല. അപ്പൊ ഞാൻ വർക്ക് ചെയ്യാതെ ഇരുന്നപ്പോഴത്തേക്ക് ചിന്തകൾക്ക് ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ ഈ ബ്രദർ എപ്പോഴും പറഞ്ഞു നമ്മുടെ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വാറ് നടക്കുന്ന സ്ഥലം. ചിന്തകൾ കൂട് കെട്ടാൻ തുടങ്ങുമെന്ന് എനിക്ക് അറിയാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ എനിക്ക് ചിന്തിക്കാൻ വയ്യ, വചനം നിറയ്ക്കണം. അപ്പോഴത്തേക്കാണ് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നീ ആ വചനം ഞാൻ എനിക്ക് കിട്ടിയത്. എന്നിട്ട് അപ്പൊ എന്ന് വെച്ചാൽ എനിക്ക് നിൽക്കാൻ വചനം മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ നീ ഈ വചനങ്ങളെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. ഞാൻ ഈ ഭാഗങ്ങൾ എടുത്ത് എന്നോട് പറയുന്ന കണക്ക് എടുത്തിട്ട് ഞാൻ ഇന്ന ചേമ്പർ, അണ്ടർ ദ വിങ്സ്, എറൈസ് ആൻഡ് ഷൈൻ, ഞാൻ ഇതൊന്നും കണ്ടിന്യൂസ് കണ്ടിട്ടില്ല. എറൈസ് ആൻഡ് ഷൈൻ, പിന്നെ ഹെവൻലി ഫീസ്റ്റ് 24/7 TV കൂടെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇതിങ്ങനെ കറക്റ്റ് പോയിക്കൊണ്ടു. അപ്പൊ ആ ടൈമിന് സർക്കംസ്റ്റാൻസസ് ഇങ്ങനെയാ വന്നത്. ആ സമയത്ത് ബിനു നൈറ്റ് ഷിഫ്റ്റാ. അപ്പൊ ബിനു പകല് വന്ന് ഉറങ്ങും, രാത്രി പോകും. എനിക്ക് സംസാരിക്കാൻ വീട്ടിൽ ആരും ഇല്ല. ഞാൻ ആകെ എന്നോട് ഷെയർ ചെയ്യാനുമില്ല. അതൊരു അനുഗ്രഹമായിരുന്നു. കാരണം സംസാരിക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും. ഞാൻ എന്നോട് ആദ്യമേ തീരുമാനിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു നമ്മൾ തമ്മിൽ നെഗറ്റീവ് പറയില്ല. വചനം പറഞ്ഞിരിക്കുന്നത് മുമ്പുള്ളവയെ നിരൂപിക്കരുത്, പണ്ടുള്ളവയെ ഓർക്കരുത്. അപ്പൊ നോവാപാക്കിൽ എന്ത് നടന്നു എന്ന് നമ്മൾ സംസാരിക്കില്ല, എന്തൊക്കെയാ പ്രോബ്ലംസ് എന്ന് നമ്മൾ പറയത്തില്ല, ആ ടോപ്പിക്കേ എടുക്കില്ല. പഴയ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറയില്ല, ഈ സമൂഹത്തിലെ ഒരു സിറ്റുവേഷൻ നമ്മൾ പറയത്തില്ല. എന്നോട് ഇതൊന്നും പറയരുതെന്നോ, നമ്മൾ വചനം മാത്രമേ പറയുള്ളൂ, നമ്മൾ അപ്പൻ ഉയർത്തും. അങ്ങനെ പറഞ്ഞു. ഓരോ ദിവസവും പോകുമ്പോൾ വെനസ്ഡേ ഓർ തേഴ്സ്ഡേ തങ്കുബർ പറഞ്ഞു അന്ന് കാരാഗ്രഹത്തിൽ ഇറങ്ങിയ ദൂതൻ റിട്ടയർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ദൂതൻ ഇപ്പോഴും ആക്റ്റീവ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ദൂതനാ നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കണേ.
അതായിട്ട് ഇമെയിൽ എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് വേറെ ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞ ആള് ഇമെയിൽ ചെയ്തിരിക്കുന്നത് പുള്ളിയുടെ പേര് മിക്കായൽ എന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു കർത്താവെ മിക്കായൽ ദൂതൻ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ അപ്പനയച്ച് നമ്മളുടെ ചിലപ്പോ നമ്മൾ ചൈൽഡിഷ് ആയിപ്പോ നമ്മളുടെ മനസ്സാണ് മിക്കായൽ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൂടുതൽ നോക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ദേ ആർ സ്റ്റാർട്ടിങ് എ ന്യൂ ഫേം ഇൻ വിൻസർ. പുതിയ മാനുഫാക്ചറിങ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു അവിടെ. അപ്പൊ അതിന് അവർക്ക് ഒരു ലീഡ് ക്വാളിറ്റി വേണം. ആ കമ്പനി വിൻസറിൽ അപ്പൊ 2019 അവർ ആ ബിൽഡിംഗ് മേടിച്ചു. ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങി വന്നതേ ഉള്ളൂ. അപ്പം നമ്മളുടെ വചനത്തിൽ പറയുന്നത് ഞാൻ നിനക്ക് ഒരു പുതിയത് ചെയ്തിരിക്കുന്നു, അത് ഉത്ഭവിച്ചു കഴിഞ്ഞു. അപ്പൊ ഞാൻ വചനവും ആ പൊസിഷനും അവിടെ കോട്ട് ചെയ്ത് ഞാൻ അത് കാണാൻ തുടങ്ങി. അപ്പൻ പുതിയത് ചെയ്തിരിക്കുന്നു, പുതിയ പൊസിഷൻ, പുതിയ കമ്പനി, ആൻഡ് ഫ്രം ദ സ്റ്റാർട്ടപ്പ് ദേ നീഡ് മീ. ഞാൻ അത് കാണാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ കൂടെ വെനസ്ഡേ ഫാമിലി ഡേയുടെ അന്നായപ്പോ നെക്സ്റ്റ് വീക്ക് ഞാനിങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് പറയാം. ഫാമിലി ഡേയുടെ അന്നായപ്പോ നെക്സ്റ്റ് വീക്ക് ആയപ്പോഴത്തേക്ക് ഞാൻ ആരാധിച്ച് നമ്മൾക്ക് കൺട്രോൾ പോകും. ഞാൻ കരഞ്ഞു ഇന്നർ ചേംബറിൽ ആരാധിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു കഴിഞ്ഞ് ബിനു ഇമെയിൽ നോക്കിയിട്ട് പറഞ്ഞു ഹെൽത്ത് കാനഡയിൽ നിന്ന് ഒരു ഇമെയിൽ വന്നിരിക്കുന്നു ഫോർ ഇന്റർവ്യൂ എന്ന്. അപ്പം ഹെൽത്ത് കാനഡ എന്ന് പറഞ്ഞാൽ എന്റെ ഡ്രീം ജോബ് ആയിരുന്നു. പണ്ട് എപ്പോഴും അപ്പനോട് പറയാം എനിക്ക് അവിടെ വേണമെന്ന് എഴുതി വെച്ച് മതിയായി. അവസാനം ഞാനും കർത്താവോടെ ഒന്ന് പിണങ്ങി. ഞാൻ പറഞ്ഞു ഇനി മേലാ ഞാൻ ഹെൽത്ത് കാനഡയിൽ അപ്ലൈ ചെയ്തില്ല. അപ്പൊ ബിനു പറഞ്ഞു വിളിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നിർത്തിവെച്ച കാര്യം. അപ്പൊ അവിടെ നിന്ന് ഇന്റർവ്യൂവിന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ആ നമ്പർ ഉണ്ട്, അവർ നമ്പർ ഇടും, പൊസിഷൻ നമ്പർ, എന്താ റെസ്പോൺസിബിലിറ്റി എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോ 18 ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പർ അതിൽ മാച്ച് ചെയ്യുന്നില്ല. ഈ നമ്പറിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം വെച്ച് സ്പാം ആണോ ഫേക്ക് ആണോ, പിന്നെ വെച്ച് കർത്താവല്ല എന്തും ചെയ്യും, സൂപ്പർ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ എന്തും ആവാം. അതിനെ നോക്കിയപ്പോ ആ പുള്ളിക്ക് കുറെ ഡീറ്റെയിൽസ് വേണം, എന്റെ കോണ്ടാക്ട് റെഫറൻസ് വേണം, എന്റെ ഡോക്യുമെന്റ്സ്, ക്രെഡൻഷ്യൽ, അപ്പൊ എല്ലാം അയച്ചു. വെനസ്ഡേ അയച്ചു കൊടുക്കാനായിട്ട് എടുത്തു. അപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫർ, ഇമെയിൽ ഓഫർ ഫ്രം മോൺട്രിയൽ ഒരെണ്ണം അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഓഫർ വന്നു. അതൊരു നല്ല കമ്പനിയാണ്, ഒരു R&D QA മാനേജർ പൊസിഷൻ. അപ്പം അവർ ഇമെയിൽ ഓഫർ. അപ്പൊ അന്ന് രാവിലെ ഞാൻ പറഞ്ഞു അപ്പ രണ്ടാമത്തെ ആഴ്ചയായി അനങ്ങിയില്ല ഒന്നും, സങ്കടം വന്നു. അപ്പത്തേക്ക് ഇത് തന്നപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ബെനുവിനോട് പറയണേ നാരങ്ങ മുട്ടായി തന്നിരിക്കുവാണ്, ചോക്ലേറ്റ് വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്റെ കരച്ചിലാണ്. അതായത് രാത്രി ഞാൻ സ്വപ്നം കണ്ടത് അപ്പൻ എന്റെ വലം കൈ പിടിച്ചിരിക്കുക, ഞാൻ എനിക്കിനി വയ്യാന്ന് പറഞ്ഞ അപ്പന്റെ കയ്യിൽ പിടിച്ച് കുഞ്ഞുങ്ങൾ നിൽക്കുന്നതിനൊക്കെ ഞാൻ നിന്നപ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ എടുക്കുന്നേ കണ്ടേ. അപ്പൊ അതിനകത്ത് ഐസയ 66 ഒരു വചനമുണ്ട്, നിന്നെ ഞാൻ പാർശ്വത്തിൽ വഹിക്കുകയും എന്റെ മുഴങ്കാലിൽ ഇരുത്തി ലാളിക്കുകയും ചെയ്യും എന്നുള്ളത്. ഓഗസ്റ്റ് 27, 2020 ജയ്വർ പറഞ്ഞു, ജയ്വർ മുന്നിൽ കാണുന്ന ഒരു മാവിന്റെ മരത്തില് കുഞ്ഞുങ്ങൾ ഈ പച്ച മാങ്ങയ്ക്ക് പിടിക്കുമ്പോഴത്തേക്ക് അപ്പൻ എടുത്ത് ഏറ്റവും പഴുത്തത് ടേസ്റ്റ് ഉള്ള കൊടുക്കാനായിട്ട് കയ്യെത്തി മേടിക്കുന്നത്. നമ്മൾ ഈ ചെറുതിന് പിടിക്കരുത്, അത് എന്റെ ഉള്ളിൽ അന്നേ കിടക്കുന്നേ. അതുകൊണ്ടാണ് ഞാൻ എന്നോട് പെട്ടെന്ന് പറഞ്ഞു നാരങ്ങ മുട്ടായി കിട്ടി തന്നതാണ് എന്റെ കരച്ചിൽ കാരണം മറ്റേത്. അപ്പൊ അവര് വെനസ്ഡേ തന്നിട്ട് അവര് പറഞ്ഞു ഫ്രൈഡേ അവര് ആക്ച്വൽ ഓഫർ അയക്കൂന്ന് പറഞ്ഞു. അപ്പം ആ ഹെൽത്ത് കാനഡയുടെ ഇന്റർവ്യൂ എടുത്തു. പുള്ളി എടുത്തിട്ട് എന്റെ അടുത്ത് ആദ്യമേ പറയുകയാണ് കൺഗ്രാറ്റുലേഷൻസ് യു റീച്ച് ടു ദിസ് ലെവൽ. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കുവാന്ന് ഞാനിത് അപ്ലൈ ചെയ്ത പോലുമില്ല, പുള്ളി ഇത് എന്ത് കൺഗ്രാറ്റുലേഷൻസ് ആ പറയുന്നത്. എന്നിട്ട് ഇന്റർവ്യൂ നന്നായിട്ട് പോയിട്ട് പുള്ളി പറഞ്ഞു യു ക്വാളിഫൈഡ്, എന്നിട്ട് ഇൻവെന്ററിയിൽ ഇടുവാണ്, റൈറ്റ് നോ ദർ ഈസ് നോ പൊസിഷൻ. അപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഹെൽത്ത് കാനഡ എന്റെ കയ്യിൽ വന്നാൽ ഞാൻ അതിൽ പിടിക്കുമെന്ന് അപ്പയ്ക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് ഇൻവെന്ററിയിൽ ഇട്ടു. അപ്പം ഈ മോൺട്രിയൽ വന്നു. ഇനി എനിക്ക് ഉള്ളത് വേറൊരു പൊസിഷൻ കൂടെ ലിങ്ക്ഡിനിൽ നിന്ന് വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെയിം ജോബ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പാക്കേജിങ് ബ്രാൻഡിന്റെ ഒരു കമ്പനിയാണ് മിൽട്ടണിൽ. അപ്പം അതും ഞാൻ ഇങ്ങോട്ട് വന്നതുകൊണ്ട് അറ്റൻഡ് ചെയ്തു. അവരുടെ ഓഫറുമായി. അപ്പോഴും ലാസ്റ്റ് നമ്മുടെ ജോൺ മിക്കാലിന്റെ ഇരിപ്പുണ്ട്. അപ്പത്തേക്ക് റിച്ചിനെ അറിയാം. ഞാൻ റിച്ചിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ജീനെ ഉണ്ടപ്പോ ഞാൻ പറഞ്ഞു റിച്ച് ഇങ്ങനെയാണ് ഞാൻ മാറി. റിച്ച് റിച്ചിന്റെ അപ്പനോട് പ്രാർത്ഥിക്കണേന്ന് പറയണേന്ന് പറഞ്ഞു. റിച്ച് എന്റെ അടുത്ത് പറഞ്ഞു സിസ്റ്റർ 24th ഒരു ഇത് വരുമെന്ന് എന്റെ അപ്പൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ അത് പിടിച്ചിരിക്കുവാന്ന് പറഞ്ഞു. അത് 26th ലാസ്റ്റ് ഡേയാ. അപ്പം ജോൺ അപ്പൊ മിക്കാൽ ഇങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു ഈ മെസ്സേജ് ഞാൻ മിക്കാലിനെ അറിയിച്ചു, എനിക്ക് ഫസ്റ്റ് ഓഫർ വന്നു, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ദെൻ ഐ വിൽ വെയിറ്റ്, അതർവൈസ് ഐ വിൽ അക്സെപ്റ്റ് ദിസ് എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി പറഞ്ഞു സീമ വി ആർ വെരി ഇൻട്രസ്റ്റഡ്, അതുകൊണ്ട് കെൻ യു കം ടു ദ ഫെസിലിറ്റി ഓൺ 24th എന്ന് പറഞ്ഞു. അപ്പൊ ഈ 24th ആണ് റിച്ച് പറഞ്ഞ ഡേറ്റ്. അപ്പൊ ആ ഡേറ്റിന് എന്നെ ഫെസിലിറ്റിയിലോട്ട് വിളിക്കുന്നത്.
ഞാൻ ആ ഫെസിലിറ്റിയിൽ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങള് പോയി. അവിടെ ചെന്നപ്പോഴത്തെ ഞാൻ വെച്ച് ഇന്റർവ്യൂ ആയിരിക്കുമെന്ന്. അയാൾക്ക് ഇവിടെ ടോൾബ്രാമിൽ അല്ല സോറി GTA അല്ല മഴക്കത്തിലെ ഫെസിലിറ്റിയാ. അപ്പം അവിടെ കൊണ്ടുപോയി അവരുടെ ടീമിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോഴും ഇൻട്രൊഡക്ഷനേ ഉള്ളൂ, എനിക്ക് ഇന്റർവ്യൂ വരുന്നില്ല. കാര്യം ഞാൻ എടുത്ത ഇന്റർവ്യൂ ഒക്കെ 9 to 14 പാനലിലെ ആളുകൾ ഇരുന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഒന്നും വരുന്നില്ല. ഞാൻ വെച്ചു ഇതും കഴിഞ്ഞിട്ട് ഇനിയും പുള്ളിക്ക് സ്റ്റെപ്സ് ഉണ്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു 25th പുള്ളി പറഞ്ഞു പുള്ളിയുടെ ക്വാളിറ്റി സിസ്റ്റം ഡയറക്ടറിന് ഒന്ന് സംസാരിക്കണം. അതും പുള്ളി വിളിച്ചു, ഡിസ്കഷൻ ആയിരുന്നു എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്, മെൻസർ സൈറ്റിൽ എങ്ങനെയാ കാര്യങ്ങൾ. അപ്പോഴ് അന്ന് തേഴ്സ്ഡേ ആയി. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞു അപ്പ ഇന്ന് 3ാമത്തെ ആഴ്ചയില് 4ാമത്തെ ദിവസം, ഇനി ഒരു ദിവസൂടെ എന്റെ കയ്യിലുള്ളു 26. എന്നിട്ട് ഞാൻ പറഞ്ഞു നാണക്കേട് അപ്പയ്ക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കർത്താവ് താൻ ബലവാനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഭൂമിയിൽ തന്നെ ഏകാഗ്ര ചിത്തന്മാരുള്ള നോക്കിയിരിക്കുന്നത്. അപ്പം ബലവാനാന്ന് എനിക്ക് എല്ലാരോടും പറയണമെങ്കിൽ 26 ഓഫർ വന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയങ്ങളിലൊക്കെ ഞാൻ എന്റെ ചിന്ത വേറെ ലോകത്തിലോട്ട് പോകുമ്പോഴൊക്കെ ഞാൻ എന്നാൽ എന്റെ ദൈവമോ കരുണാം സമ്പന്നായ എന്റെ ദൈവമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, എന്നെ വാലല്ല തലയാക്കും എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഉറങ്ങുമ്പോഴും ഉറക്കത്തിൽ ഞാൻ ഉണരുമ്പോഴും ഇത് പറയും. കഴിഞ്ഞ് 24/7 ഹെവൻലി ഫീസ്റ്റ് TV ഇട്ടേക്കുന്നുണ്ട്. ഞാൻ ഞെട്ടി ഉണരുമ്പോഴത്തേക്ക് തങ്കുബേറ് പറയും നീ അനുഗ്രഹത്താൽ അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഞാൻ ആമേൻ പറയും, ഉറങ്ങും. ഇങ്ങനെ പോവായിരുന്നു. ഈ 3 weeks കർത്താവ് എങ്ങനെ എന്നെ കൈടാത്ത് കൊണ്ടുപോയെന്ന് എനിക്കറിയാം, ലോകത്തിൽ നോക്കാതെ. അങ്ങനെ ഈ ഫ്രൈഡേ ആയി. ഫ്രൈഡേ ഞാൻ ഉറക്കത്തിൽ കാണുന്നു ഫസ്റ്റ് എനിക്കൊരു മിക്കാലിന്റെ അവിടെ നിന്ന് റിജക്ഷൻ വരുന്നു. പക്ഷെ ആ ലെറ്ററിനകത്ത് മേളിൽ വേറൊരു ഫാർമയുടെ പേര്, പാൻക്യാപ്പ് എന്നല്ല റിക്കോൺ ഫാർമ എന്നുള്ള പേര്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്നു എനിക്ക് ഓഫർ വന്നു, ഇമെയിൽ നോക്കുന്നു. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ചിന്തകളാണല്ലോ, അതുകൊണ്ട് ഞാൻ നോക്കത്തില്ല. 7:30 കഴിഞ്ഞപ്പോ എണീറ്റിട്ട് ഓഫർ അല്ല ഇമെയിൽ നോക്കിയപ്പോഴത്തേക്ക് അയാള് പറഞ്ഞിരിക്കുന്നത് കെൻ യു കോൾ മീ എന്ന് പറഞ്ഞു. വിളിച്ചു, അയാള് ഓഫർ തന്നു. ആ ഓഫർ ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ക്വാളിറ്റി സിസ്റ്റംസ് ഡയറക്ടർ പാൻക്യാപ്പ് പുതിയ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഫ്രം സ്റ്റാർട്ടിങ് ടു ദയർ. ഞാൻ ഇന്ന് ഈ പറഞ്ഞതിന്റെ ഇത്രേന്റെയും ഇതെന്ന് പറഞ്ഞാൽ ഇരട്ടി മാനം അപ്പം പറഞ്ഞോ നമ്മൾ പിടിച്ചോ അത് തരും. അപ്പം പറഞ്ഞ വചനം അതുപോലെ എടുത്ത് ഞാൻ മുമ്പിലുള്ളത് നിരൂപിച്ചില്ല, പണ്ടുള്ളതിനെ ഓർത്തില്ല. ഞാൻ ആ കമ്പനിയിൽ എന്ത് സംഭവിച്ചു എന്ന് എന്റെ വാ കൊണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒന്ന് കരഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ റിസൈൻ ചെയ്യുവാന്ന് പറഞ്ഞു. ഇനി എന്റെ അപ്പൻ നോയിക്കോളൂ എന്ന് പറഞ്ഞു. വചനത്തിന്റെ ഓരോ വാക്കിനകത്തും കിടക്കുന്നത് നമ്മൾ അതുപോലെ എടുത്തിട്ട് ഈ ലോകത്ത് നിൽക്കുമ്പോൾ നമ്മൾ പഴയത് പറയും. എനിക്ക് ഒരുപാട് പേര് വിളിച്ചു ടെക്സ്റ്റ് ചെയ്തു ഒക്കെ ചെയ്തു. ഞാൻ അവർക്കെല്ലാം ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്ത് ഇട്ടിട്ട് ഞങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്നും പറഞ്ഞിട്ടിട്ട് വിശ്വാസത്തിന്റെ വാക്കിനാൽ ഞാൻ നിന്ന് എനിക്ക് അപ്പം ഇതിനിടയ്ക്ക് നമ്മൾക്ക് ജോലി നിന്ന് പോകുന്നുള്ളൊരിത് വന്ന മനസ്സിൽ ചിന്ത വരുമ്പോൾ ഞാൻ പറഞ്ഞു എന്റെ അപ്പൻ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന അപ്പനല്ല, എന്റെ അപ്പൻ കോമായിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് എന്റെ എംപ്ലോയ്മെന്റ് നിൽക്കത്തില്ല, എന്റെ സാലറി നിൽക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ സാറ്റർഡേ ജയ്ബേർ പറഞ്ഞു 4 ഓഫേഴ്സ് വരുന്നു എന്ന് പറഞ്ഞു. എന്റെ മുന്നിൽ 4 ഓഫേഴ്സാ വന്നേ. അതിൽ ഞാൻ ആ പാൻക്യാപ്പിന്റെ അത് എടുത്തു. 1 ഇയറിനകത്ത് വിൻസറിലേക്ക് മൂവ് ചെയ്യണം. പക്ഷെ വളരെ എന്തോ അയാളുടെ ഇമെയിൽ എന്നെ പറയുന്നത് വളരെ കുറച്ച് ആളൊക്കെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് മുതൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതിലുപരി പുതിയത് എനിക്കറിയില്ല അതെങ്ങനെ, ഒരു ഫാമിലി ഓൺ ബിസിനസ് ആണ്. ഒരു വലിയ 16,000 ഒരു സ്ക്വയർ ഫീറ്റിലെ ചെറിയ കമ്പനി അവർക്ക് മാർക്കറ്റില് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന 90,000 സ്ക്വയർ ഫീറ്റിന്റെ വലിയ കമ്പനി അവർ കൊണ്ടുവരുന്നത് US-ന്റെയും കാനഡയുടെയും ബിസിനസ് ആണ്. എങ്ങനെയാന്ന് അറിയില്ല, കർത്താവ് അയച്ചിട്ടുണ്ടോ അപ്പന്റെ കൈ പിടിച്ച് അതിനകത്തേക്ക് കയറുന്ന ഞാൻ പല വട്ടം കണ്ടിട്ടുണ്ട്. ദൂതൻ ഇറങ്ങി ചെയ്തു. ആ കമ്പനിയെ ഞാൻ കണ്ട് എപ്പോഴും പ്രാർത്ഥിക്കും. ഈ നമ്മൾക്ക് അൺസീനി ഇരിക്കുന്ന സീനിൽ എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ഈ വചനം കേൾക്കുമ്പോഴും തങ്കുപേർ പറയുമ്പോഴും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ അത് എങ്ങനെ പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കാറുണ്ട്. പക്ഷെ ഞാൻ ഈ 3 ആഴ്ചയില് ഞാനത് എക്സ്പീരിയൻസ്, ഞാൻ ഡെഡ് എൻഡിൽ നിൽക്കുമായിരുന്നു. എനിക്ക് ലോകത്തിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ 3 weeks കഴിഞ്ഞാൽ ഞാൻ എന്താവും എനിക്ക് അറിയത്തില്ല. കാര്യം എന്റെ ഒരു ജോലിയില്ല, കോവിഡ് ആണ്, കയ്യിലിരുന്ന ഒരു ജോലി കളഞ്ഞിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വരാം. ഞാൻ അതൊന്നും നോക്കിയില്ല, ഒരു കാര്യവും സാമ്പത്തികം നോക്കിയില്ല. മുന്നോട്ട് എങ്ങനെ എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന എന്റെ അപ്പൻ ഇതിലും ഉയർത്തിയെ കൊണ്ടുപോകും. എന്നോട് പറഞ്ഞ നീ തിരിഞ്ഞു നോക്കുന്നവൻ. എന്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും എന്നെ ഇതുവരെ എത്തിച്ചു. ഞാൻ ഒന്നുമില്ലാതെ കയ്യും വീശി US-ന്ന് കാനഡയിൽ കയറിയപ്പോഴത്തേക്ക് എനിക്ക് അപ്പോടെക്സിലെ ജോലി തന്നു. അവിടെ നിന്ന് എന്നെ ഉയർത്തിയാ കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ചെയ്ത എന്റെ അപ്പൻ ഇപ്പോഴും അതിന്റെ അപ്പുറമായിട്ട് ചെയ്യുന്നു. എന്റെ അപ്പൻ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ലെന്ന്. ഉറക്കത്തില് ഞാൻ കരഞ്ഞ് ഒരു ദിവസം ഉറക്കത്തിൽ ചാടി എണ്ണീറ്റിട്ട്
അയ്യോ ഇന്ന് രണ്ടാമത്തെ ആഴ്ചയുടെ മിഡിൽ ആയല്ലോ അപ്പാ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോവുകയില്ല, ഭ്രമിക്കേണ്ട, നീ നാണിച്ചു പോവുകയില്ല എന്ന്. അതായത് 3 ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ലജ്ജിക്കത്തില്ല, നാണിക്കത്തില്ല എന്ന് പറഞ്ഞ എൻ്റെ അപ്പൻ. ഇങ്ങനെയുള്ള വചനത്തിൽ ഞാൻ മുറുകെ പിടിച്ച, വചനം മാത്രത്തിൽ പിടിച്ചു നിന്ന് ഈ വചനം ഭക്ഷിച്ചു നിന്ന് എൻ്റെ 3 ആഴ്ചയിൽ 26th എനിക്ക് ആ ഒരു ടെസ്റ്റിമണി എൻ്റെ അപ്പൻ തന്നു. ഈ ഡെഡ് എൻഡ് ഞാൻ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്. ഞാൻ എടുത്ത തീരുമാനം, ഇറ്റ്സ് ഹോൾ റെസ്പോൺസിബിലിറ്റീസ് മൈൻ. ഞാൻ എടുത്ത തീരുമാനമാണ്, ആരോടും ചോദിച്ചിട്ടോ ഒന്നും ചെയ്യില്ല. ഞാൻ വേണ്ടാന്ന് വെച്ചു മുന്നോട്ട്. എനിക്ക് എന്നെ ഒരേ ഒരു ആശ്രയം എൻ്റെ അപ്പം മാത്രമേ ഉള്ളൂ. ഞാൻ അപ്പന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. ഞാൻ ഇത്രത്താളും പിടിക്കാത്ത രീതിയിൽ ഞാൻ പിടിച്ചിരുന്നു. ഇന്നർ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഇരുന്നിങ്ങനെ വിഴുങ്ങുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് ഇന്നർ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ല. കാര്യം ഞാൻ കറക്റ്റ് 9:30 ഇവിടെ വന്നിരും, ഞാൻ ഇതെല്ലാം കേൾക്കും. എനിക്ക് ഞാൻ കരയും. അപ്പൊ ബീനു എൻ്റെ അടുത്ത് പറഞ്ഞു, കർത്താവിന്റെ മുമ്പ് ഇരുന്ന് കരയരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, കരയുന്നതല്ല, എന്റെ കണ്ണീന്ന് വരുന്ന വെള്ളം ചിലപ്പോ എനിക്ക് ആത്മാവിന്റെ നിറവിനാൽ വരുന്നതായിരിക്കും. പക്ഷെ എന്റെ അപ്പൻ എന്നോട് സംസാരിക്കുക. രാവിലെ ഞാൻ പറയും, എനിക്കിന്ന് പറയണം, എന്നോട് എന്താ വെച്ചാൽ പറയണം, അടുത്ത എന്താന്ന് പറയണം. ഇങ്ങനെ വന്നിരിക്കുകയാണ്. ആ ദാഹത്തോടെ ഞാൻ ഇരുന്ന് സത്യത്തിൽ എനിക്ക് ഇന്നലത്തെ ദിവസം ആ ഓഫർ കയ്യിൽ വാങ്ങുമ്പോൾ എനിക്ക് എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ഇന്ന് എന്റെ കയ്യിലിരിക്കുന്നതെല്ലാം എന്റെ കർത്താവ് തന്നതേ ഉള്ളൂ. അത് പറയാനാണ് ഈ എന്റെ വലിയ സാക്ഷ്യം. അതാണ്. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ കർത്താവ് വിശ്വസ്തനാണോ? ഈ കടന്നുപോയ ഓരോ സിറ്റുവേഷൻ്റെയും പലതിൻ്റെയും പൾസ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് മനസ്സിലാവും. കാരണം ഒരു സെക്കൻഡ്, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ജസ്റ്റ് ഒരു തംസപ്പ് കാണിച്ചാൽ മതി. ഓക്കെ. ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ആ വചനത്തിനകത്ത് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ ഭയം മാറിപ്പോയി കഴിഞ്ഞാൽ, അത് അത്ഭുതകരമായിട്ട് കർത്താവ് റിസോൾവ് ചെയ്തിരിക്കുന്ന നിശ്ചയം. കാരണം വിളിച്ചവൻ വിശ്വസ്തന, അവനൊരു മാറ്റവുമില്ല. ഈ ഇഷ്യൂസൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഓർക്കുന്ന, ഏകദേശം എനിക്ക് തോന്നുന്നു നവംബർ സമയത്താണെന്ന് തോന്നുന്നു. ഒക്ടോബറിലാണോ അതിന് മുമ്പേ ആണെന്ന് ഓർക്കുന്നില്ല. ജൂലൈ ലാസ്റ്റ് അല്ലേ, ജൂലൈയിലോ ഓഗസ്റ്റിലോ ആണെന്ന് തോന്നുന്നു. ബിനു ബ്രദറും സീമസിനും കൂടെ വീട്ടിൽ വന്നിരുന്നു. ഈ ജോലി സ്ഥലത്തെ ഇഷ്യൂവും കാര്യങ്ങളുമൊക്കെ സംസാരിച്ചു. അന്ന് കർത്താവ് പെട്ടെന്നൊരു കാഴ്ച എനിക്ക് ക്ലിയറായിട്ട് കാണാവുന്നതല്ല, തൊട്ട് മുമ്പിൽ കർത്താവ് ഇങ്ങനെ കാണിച്ചു തരുന്നൊരു കാഴ്ച അന്നേരം അവിടെ വെച്ച് കണ്ടിട്ട് അത് ഞാൻ സിസ്റ്ററിനോട് ഷെയർ ചെയ്തു. അതായത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്ത, ഇനിഷ്യേറ്റ് ചെയ്യുന്നൊരു കമ്പനി, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, തുടങ്ങാൻ പോകുന്ന ഒരു കമ്പനിയിലെ ജോലി റെഡിയായി വരുന്നുണ്ട്. അന്ന് ഇതൊന്നും ഈ ഒരു സ്റ്റേജിലൊന്നും എത്തിയിട്ടില്ല. പക്ഷെ തുടങ്ങാൻ പോകുന്നിടത്ത് തന്നെ ഒരു ജോലി റെഡിയാകുന്നുണ്ട് എന്ന് കർത്താവോട് വെച്ച് പറഞ്ഞത്. ഇന്നിപ്പോൾ ഇത് കേൾക്കുമ്പം ഒരു കാര്യം എനിക്കറിയാം, പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു അതിൽ മാനുഷിക ബുദ്ധി നമ്മൾ കലർത്താതിരുന്നാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. നമ്മളുടെ ബുദ്ധിയിൽ നിന്ന് പറയാതെ പരിശുദ്ധാത്മാവ് പറയുന്നത് ധൈര്യമായിട്ട്, ഇന്ന് എന്നെ കേൾക്കുന്നവർ ഓരോരുത്തരും, നിങ്ങൾ ശുശ്രൂഷകരും കൂടെ, അതുകൊണ്ടായി പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ തന്നെ ആൾക്കാർ വന്ന് നിന്ന് പല കാര്യങ്ങളും പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ തരുന്ന ക്ലിയർ കട്ട് ആൻസേഴ്സ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവായിട്ടുള്ള കൂട്ടായ്മ നിൽക്കുകയാണെങ്കിൽ ക്ലിയറായിട്ട് അവൻ പറയുന്നത് ഒരു മടിയും കൂടാതെ ധൈര്യമായിട്ട് പറഞ്ഞു, കർത്താവ് അറ്റസ്റ്റ് ചെയ്തിരിക്കും. തുടങ്ങാൻ പോകുന്ന കമ്പനിയിൽ ഈ സമയത്ത് ജോലി വരുന്നു എന്ന് ഈ ജൂൺ ജൂലൈയിലൊക്കെ, ഈ കമ്പനി അന്നേരം ഒന്നും തുടങ്ങിയിട്ടില്ല, പക്ഷേ ഇതെല്ലാം ലോകസ്ഥാപനത്തിന് മുമ്പേ നമുക്കായിട്ട് കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ അവനെ സംശയിക്കാതെ, അത് കർത്താവാണ് പറയുന്നത്, നമ്മൾ സെൻസിറ്റീവായിട്ട് നിന്നാൽ കിട്ടുന്നത് അതുപോലെ തന്നെ പറയണം. ഇതെന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശുശ്രൂഷകരായിട്ട് അവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ അനേകം ആത്മാക്കളെ കൊണ്ടുവന്ന് നിർത്തും.
നിങ്ങളുടെ മുമ്പിൽ ഭാരവും പ്രശ്നവുമായിട്ട് അനേകർ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അവരുടെ ഹൃദയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന കർത്താവ് നിങ്ങൾക്കത് റിവീൽ ചെയ്തു തരുമ്പോൾ സംശയിക്കരുത്. ഒരു സംശയവും കൂടാതെ ധൈര്യമായിട്ട് പറയണം. അത് കർത്താവ് അറ്റസ്റ്റ് ചെയ്തിരിക്കും. ഈ വഴികളിൽ കൂടെ കൊണ്ടുപോയി കർത്താവ് ഇത്രത്തോളം ഉയർത്തി നിർത്തുമെങ്കിൽ വാഗ്ദത്തത്തിൽ അവൻ വിശ്വസ്തനാണോ? ഈ കർത്താവിനെ തന്നെ അല്ലേ നമ്മൾ ഇതുവരെ കേട്ടത്? ഈ കർത്താവ് തന്നെ അല്ലേ നമ്മൾ ഇതുവരെ കൊണ്ടുവന്നത്? അവൻ ഇനിയും മുമ്പോട്ട് നടത്താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഈ സാക്ഷ്യം കേട്ട് കഴിയുമ്പോൾ എനിക്കറിയാം ഇനി പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഇത് കേട്ടതുകൊണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളില്ല എന്ന് പറയണ്ട. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല, പറയാം. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ. ഓക്കെ. കർത്താവ് ഇതുവരെ നടത്തിയ വിധങ്ങളെ ഓർത്ത് ഓരോ ദിവസവും നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ, രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങി. കർത്താവ് അത്ഭുതകരമായിട്ട് ഇനി നടത്തും. വരുന്ന ആഴ്ചകളിലുമൊക്കെ ഇനി കേൾക്കാൻ പോകുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ, അത്ഭുതകരമായ കാര്യങ്ങൾ, ഇതിനേക്കാളൊക്കെ ഉപരി കർത്താവിൻ്റെ സ്നേഹത്തിനകത്ത് നമ്മളെ നിർത്തിയതിനായിട്ട് സ്തോത്രം. എല്ലാ മഹത്വവും കർത്താവിന് കൊടുത്തുകൊണ്ട് എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ച് കർത്താവെ നന്ദി പറയുന്നു. യേശു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കർത്താവായിരിക്കുമ്പോൾ ഞങ്ങൾ ധൈര്യത്തോടെ സന്തോഷത്തോടെ ഓരോ ദിവസവും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വെച്ചിരിക്കുന്ന വലിയ വിളിയുടെ മഹത്വം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ സ്ഥാനത്തിനനുസരിച്ച് സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ് ലോകത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളിലും കർത്താവിലുള്ള ധൈര്യത്തിൽ നിന്നുകൊണ്ട് അതിനെ ഫേസ് ചെയ്യുവാൻ, അതിൽ ജയകരമായി നടക്കുവാൻ, കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് സന്തോഷിക്കുവാൻ ഒക്കെ ഞങ്ങളെ വിളിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ഇടയന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്കുബ്രദറിനെ, തോമസ് കുട്ടി ബ്രദറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരെയും കർത്താവെ ഞങ്ങൾ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുക കർത്താവെ. കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു കർത്താവ്. ഞങ്ങൾ അനിയാൻറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളുടെ കർത്താവെ ജന്മദിനമായിരിക്കുമ്പോൾ കർത്താവെ ഇത്രത്തോളം ഞങ്ങൾക്ക് അനുഗ്രഹമായി എൻ്റെ മകളെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ചേർന്ന് ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. തോമസ് കുട്ടി ബ്രദറിനെ കുടുംബത്തിനെ അനുഗ്രഹിക്കുന്നു. ഓരോ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കുക കർത്താവ്. ശുശ്രൂഷയിൽ നിൽക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സഹോദരന്മാരെ ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവെ. ഇനിയുള്ള കാലങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കർത്താവെ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കർത്താവിൻ്റെ കൂട്ടായ്മയിൽ നടക്കുവാൻ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.